മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് ഷിബു. ഷിബിച്ചേട്ടാ. അപ്പോ ഹായ് ഹായ് ശരി അതുപോലെ ചേട്ടാ. ഹായ് ഹായ്. ഏകദേശം 300 300 എനിക്ക് തോന്നുന്നു 300 ഇപ്പൊ പുസ്തകം മൊത്തത്തിലുള്ളത് ഇൻഡെക്സ് എല്ലാം ഉൾപ്പെടെ 333 പേജുകളാണ്. ഇൻഡെക്സും അപ്പൻഡിക്സ് ഒക്കെ ഉൾപ്പെടെ അപ്പൻഡിക്സ് ഒക്കെ ഉൾപ്പെടെ നമുക്ക് വായിച്ചു തീർക്കേണ്ടത് 323 പേജുകളാണ്. അപ്പൻഡിക്സ് ഉൾപ്പെടെയുള്ള 323 പേജുകളാണ് നോക്കുന്നത്. നമ്മൾ ഏകദേശം 185 പേജിലെത്തി. അപ്പോ നമുക്ക് ഇന്നലെ വായിച്ചു കൊടുത്ത് തന്നെ അവിടുന്ന് തുടങ്ങാം. നമുക്കറിയാം, പ്രസിദ്ധമായ ആൽക്കോളിക്സ് അനോണിമസിനെ സഹായിക്കാനായി മിസ്റ്റർ റോക്ക്ഫെല്ലർ, അന്നത്തെ ഏറ്റവും വലിയ ധനാഢ്യനായ മിസ്റ്റർ റോക്ക്ഫെല്ലർ, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും ധനാഢ്യനായ റോക്ക്ഫെല്ലർ, പ്രത്യേകിച്ച് നമ്മുടെ ഓയിൽ ഗവേഷണത്തിലൊക്കെ ആദ്യമായി ഓയില് കുഴിച്ചെടുക്കുന്നതൊക്കെ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരു മൊണോപ്പൊളി ഉണ്ടായിരുന്നു, ധാരാളം പണം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മദ്യത്തിനെതിരായിട്ടുള്ള പല പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ മദ്യാസക്തിക്കെതിരായി അല്ലെങ്കിൽ മദ്യപാനത്തിനെതിരായിട്ട് അമേരിക്കയിൽ മദ്യനിരോധനം എന്ന ആശയത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും പണം മുടക്കുകയൊക്കെ ചെയ്ത ഒരാൾ കൂടിയാണ്. കൂടാതെ കുറെ പുസ്തകങ്ങളൊക്കെ അദ്ദേഹം അതിനുവേണ്ടി എഴുതിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ മദ്യാസക്തിയോട് അല്ലെങ്കിൽ മദ്യാസക്തിയോട് അല്ലെങ്കിൽ മദ്യപാനത്തോട് ഒരു ഒരു എതിർപ്പുണ്ടായിരുന്ന, അല്ലെങ്കിൽ അതിനെ എതിർത്തു ഇരുന്ന ഒരാൾ കൂടിയാണ് റോക്ക്ഫെല്ലർ. അപ്പൊ നമ്മുടെ വളർച്ച കണ്ടാണ് ആ അത്താഴവിരുന്ന് ഒരുക്കിയത്. ആ അത്താഴവിരുന്നിന് ശേഷം അവർ പറഞ്ഞതൊരു സാധാരണ മട്ടിൽ സൂക്ഷിക്കണം, പണം ഇതിനെ നശിപ്പിക്കില്ല എന്നുള്ള പ്രസിദ്ധമായ ഒരു കാര്യമാണ് അദ്ദേഹം അവിടെ അവസാനം അദ്ദേഹത്തിന്റെ മകനായ നെൽസൺ റോക്ക്ഫെല്ലർ എണീറ്റ് എന്ന് പറഞ്ഞത്. പിന്നീട് ആൽക്കോളിക്സ് അനോണിമസിന് അന്ന് ഭയപ്പെട്ടു, ഇതിപ്പോ മുന്നോട്ട് പോകാൻ സാധിക്കില്ല, നമ്മൾക്ക് ഇനി പണമില്ലാതെ ഇതെങ്ങനെ നടക്കാൻ കഴിയും എന്നൊക്കെ വിചാരിച്ചിരുന്ന് ഭയപ്പെട്ടിരുന്നവർ പിന്നീട് ഒരു കാര്യം മനസ്സിലായി. അങ്ങനെ അത് പറഞ്ഞത് അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി തുടങ്ങി സമയം കടന്നുപോയപ്പോൾ, എന്താണ് റോക്ക്ഫെല്ലർ ഉദ്ദേശിച്ചതെന്നും എന്താണ് റോക്ക്ഫെല്ലർ നമ്മൾക്ക് വേണ്ടി ചെയ്തതെന്നും ആൽക്കോളിക്സ് അനോണിമസിന് മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നലെ അവസാന പാരഗ്രാഫ് നിർത്തിയത്. ബാക്കി 185 പേജിലേക്ക് വീണ്ടും പോവുകയാണ്. ഡിക് റിച്ചാർഡ്സൺ ഹാഡ് ട്രാൻസ്ക്രിപ്റ്റ് of all the talks that had been made at the dinner, and he asked me to condense and edit them. This really meant editing Dr. Bob and me, or who would edit Dr. Harry Emerson Fosdick and Dr. Foster Kennedy. Dick said that Mr. Rockefeller wanted to buy 400 books, and we let him have them at a whooping discount to $1 each. He wanted to send one to every guest on the dinner list, along with a pamphlet containing the talks given at the dinner, and Mr. Rockefeller planned to write each dinner guest a personal letter, a copy of which would be presently shown us. Mr. Rockefeller's letter, which was addressed to all who came to the dinner as well as to those who did not, reiterated his high confidence in Alcoholics Anonymous, the satisfaction he had in knowing that many of his friends had witnessed the start of a movement of such great promise, and his deep conviction that our society ought to be self-supporting. He followed this with a statement to the effect that a little temporary help might be needed. He therefore was giving Alcoholics Anonymous $1,000. In all probability, this was a mild hint that the other dinners might contribute modestly if they were so wished. Despite the curiosity of the press, no reporters had been allowed at the dinner. This was understandable, but for Mr. Rockefeller was certainly taking chances. Had any of us alcoholics stand up stewed, the whole affair would have collapsed ignominiously. But as soon as it was seen that all had gone well, we were put in touch with the fame of Ivy League, Mr. Rockefeller's publicity consultants, and together we drafted a statement to the press. The ensuing publicity was favorable and widespread. The news wires carried the news of Mr. Rockefeller's dinner all over the world. A few of the stories that appeared were somewhat
startling headline. Toss, toss point. Even the double total effect was to give alcoholism a public status of dignity and worth. Thus encouraged considerable numbers of people went to their bookstores to buy the A book. Orders poured in and our financial difficulties were much eased. Hundreds of requests for help came from alcoholics and their families all over the nation. These names were added to our growing list of correspondence that we hoped to reach later by personal contact as our fellowship grew. The awful letdown which had followed the departure of the dinner guest was now forgotten. ഇപ്പോൾ സൽക്കാരത്തിനിടയിൽ നടത്തിയ എല്ലാ പ്രഭാഷണങ്ങളുടെയും ഒരു സ്ക്രിപ്റ്റ് ഡിക്ക് റിച്ചാർഡ്സന്റെ കൈവശമുണ്ടായിരുന്നു. അത് എഡിറ്റ് ചെയ്തു കൊടുക്കാൻ അദ്ദേഹം ബിൽ ഡബ്ല്യു എന്നോട് ആവശ്യപ്പെട്ടു. എന്നെയും ഡോക്ടർ ബോബിനെയും എഡിറ്റ് ചെയ്യാനാണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത്. പക്ഷെ ഡോക്ടർ ഹാരി എമേഴ്സൺ ഫോസ്ഡിക്കിനെയും ഡോക്ടർ ഫോസ്റ്റർ ഹെന്നഡിയെയും ആര് എഡിറ്റ് ചെയ്യും? ഡിക്ക് പറഞ്ഞു റോക്ക്ഫെല്ലർ നമ്മുടെ 400 ബുക്കുകൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. അതായത് നിസ്സാര വിലയ്ക്ക് $1 നിരക്കിൽ വിരുന്ന് സൽക്കാരത്തിനിടയിൽ നടന്ന പ്രഭാഷണങ്ങൾ അടങ്ങിയ ഒരു പാംലെറ്റ് നമ്മുടെ ബുക്കും സൽക്കാരത്തിന് ക്ഷണിച്ച് എല്ലാവർക്കും അയച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. അതോടൊപ്പം വ്യക്തിപരമായ ഒരു കത്തും അയക്കും. കത്തിന്റെ ഒരു കോപ്പി അദ്ദേഹം നമ്മെ കാണിക്കുകയും ചെയ്തു. മിസ്റ്റർ റോക്ക്ഫെല്ലറിന് ആൽക്കോളിസം അനോണിമസിലുള്ള വിശ്വാസം എടുത്തു കാണിക്കുന്നതായിരുന്നു അത്. സൽക്കാരത്തിൽ പങ്കെടുത്തവർക്കും പങ്കെടുക്കാതിരുന്നവർക്കും അയച്ച കത്ത് വലിയൊരു വാഗ്ദാനമായി നമ്മുടെ പ്രസ്ഥാനത്തിന്റെ തുടക്കത്തിന് സാക്ഷിയാകാൻ എത്തിച്ചേർന്ന തന്റെ സുഹൃത്തുക്കളിൽ അദ്ദേഹം സംതൃപ്തനായിരുന്നു. നമ്മളോട് സമൂഹം സ്വയം പര്യാപ്തമായിരിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ദൃഢവിശ്വാസം. അതോടൊപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു. ഒരു പക്ഷേ ഒരു താൽക്കാലിക സഹായം ആവശ്യമുണ്ടായിരിക്കാം. അദ്ദേഹം ആൽക്കോളിസം അനോണിമസിന് $1000 നൽകി. അവിടെ കൂടിയിരുന്നവരിൽ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അത് മിതമായ ഒരു തുകയായിരിക്കണമെന്ന സൂചന ഇവിടെ ദർശിക്കാം. അപ്പൊ അന്നത്തെ $1000 എന്ന് പറഞ്ഞാൽ ഇന്നത്തെ $50,000-$60,000 വാല്യൂ ഉണ്ട്. 1939 അപ്പൊ അത് മറ്റുള്ള ധനികർക്ക് അതൊരു മിതമായ ഒരു കുറഞ്ഞ തുകയായിരിക്കണമെന്ന സൂചന ഇവിടെ ദർശിക്കാൻ പറ്റും. താല്പര്യമുണ്ടായിരുന്നെങ്കിലും പത്രക്കാരെ ആരെയും സൽക്കാരത്തിൽ പങ്കെടുക്കാൻ റോക്ക്ഫെല്ലർ അനുവദിച്ചിരുന്നില്ല. ഇത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. റോക്ക്ഫെല്ലർ കരുതലെടുത്തതാണ്. ആരെങ്കിലും മദ്യപിച്ച് വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയാൽ അദ്ദേഹത്തിന് അത് വലിയ നാണക്കേടാകും. എല്ലാം നന്നായി നടന്നു എന്ന് കണ്ടപ്പോൾ റോക്ക്ഫെല്ലറുടെ പരസ്യ കമ്പനിയുടെ തലവനായ ഐവി ലീയുമായി ബന്ധപ്പെടുത്തുകയും പത്രങ്ങൾക്ക് നൽകാനായി ഒരു പ്രസ്താവന തയ്യാറാക്കുകയും ചെയ്തു. തുടർന്ന് വന്ന പരസ്യം വേണ്ട വിധത്തിൽ പ്രചരിച്ചു. റോക്ക്ഫെല്ലറുടെ വിരുന്ന് സൽക്കാരത്തിന്റെ വാർത്ത ലോകം മുഴുവൻ പ്രചരിച്ചു. പ്രത്യക്ഷപ്പെട്ട കഥകളിൽ ചിലത് വിവരണവും അമ്പരപ്പിക്കുന്നതായിരുന്നു. ഒരു പത്രത്തിൽ വന്ന തലവാചകം ഇങ്ങനെയായിരുന്നു: ജോൺ ഡി റോക്ക്ഫെല്ലർ കുടിയന്മാരോടൊത്ത് ഭക്ഷണം കഴിക്കുന്നു. പക്ഷെ എല്ലാ കഥകളും പ്രചരിപ്പിക്കുന്നതായിരുന്നു. ടാബ്ലോയിഡ് എന്ന പത്രം ഒരു കൈ സഹായിച്ചു. മൊത്തത്തിൽ ആൽക്കോളിസം അനോണിമസിന് സമൂഹത്തിൽ ഒരു സ്ഥാനവും മാന്യതയും നേടിത്തരുന്ന പ്രചോദിതമായ ചിലരൊക്കെ ബുക്ക് സ്റ്റാളുകളിലേക്ക് പോയി എയുടെ ബുക്ക് വാങ്ങാൻ തുടങ്ങി. ഓർഡറുകൾ ലഭിക്കുകയും ഞങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി ഒട്ടാകെ പരിഹരിക്കപ്പെടുകയും ചെയ്തു. രാജ്യത്താകെ നൂറുകണക്കിന് സഹായ അഭ്യർത്ഥനകൾ മധ്യസ്ഥത്തിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളിൽ നിന്നോ ഞങ്ങളെ തേടി വന്നു. ഇത്തരം അഭ്യർത്ഥനകൾ ഞങ്ങളുടെ സമ്പർക്ക പട്ടികയിൽ ചേർക്കുകയും പിന്നീട് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കൂട്ടായ്മയുമായി വ്യക്തിപരമായി ബന്ധപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കായി കൊടുത്തു. അതിഥികളുടെ പിന്മാറ്റത്തെ തുടർന്നുണ്ടായ നിരാശ അപ്പോൾ ഞങ്ങൾ മറന്നു തുടങ്ങി. ഈ കാലത്ത് നമ്മുടെ ട്രസ്റ്റിമാരുടെ എണ്ണം കൂട്ടി. അങ്കിൾ ഡിക്കിന്റെ സുഹൃത്തും അഭിഭാഷകനുമായ മിസ്റ്റർ റോബർട്ട് ഷാസ് ട്രസ്റ്റി ബോർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. എന്റെ സുഹൃത്തുക്കളായ ന്യൂയോർക്കുകാരായ ഹോവാർഡിന്റെയും ബട്ടിന്റെയും പേരുകളും പരിഗണിക്കപ്പെട്ടു. പിന്നീട് യഥാർത്ഥ അക്രോൺകാരും ഇപ്പോൾ ന്യൂയോർക്കിൽ താമസിക്കുന്നവരുമായ ബി ടോമും ഡിക്ക് എസ് ടിക്കും ഇവരോടൊപ്പം ചേർന്നു. അവരോടൊപ്പം ജേഴ്സിക്കാർ യാഥാസ്ഥിതികനും കഠിനാധ്വാനിയുമായ കെ ടോമും ഉണ്ടായിരുന്നു. പിന്നീട് ബെർണാഡ് സ്മിത്തിനെയും ലേണാർഡ് ഹാരിസിനെയും പോലുള്ള മധ്യസ്ഥരല്ലാത്തവർ ദീർഘകാലം സേവനവുമായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. വിരുന്നു സൽക്കാരത്തിൽ പങ്കെടുത്ത അതിഥികളോട് സംഭാവനകൾ ചോദിക്കാമെന്ന ധാരണയിൽ ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ എത്തി. മിസ്റ്റർ റോക്ക്ഫെല്ലർ വളരെ ചെറിയൊരു സംഭാവനയായ $1000 നൽകിയതുകൊണ്ട് വലിയ തുക ലഭിക്കില്ലെന്നും എന്നാൽ യഥാർത്ഥത്തിൽ സഹായകരമാകുമെന്നും അവർ കരുതി. റോക്ക്ഫെല്ലർ സമ്മതിച്ചു. അതിഥികളിലേക്ക് നിർദ്ദേശം പോയി. ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു സംഭാവനയും ഭീമമായിരുന്നില്ല.
Okay. At about this time, our trusteeship began to be enlarged. Mr. Robert Shaw, a lawyer and a friend of Uncle Dick's, was elected to the board. Two New Yorkers, my friend Howard and Bert, were also last time passed. This were and joined by Tom B. and Dick. Dickus Dick had been one of the original croniates, and we are now living in New York. There was also Tom K. hard-working and conservative Jersey man, somewhat later more known uncles, notably Bernard Smith and Leonard Dyson, took up their long season of service with us. അപ്പം നമ്മളത് പറഞ്ഞതാണ്. അതായത് ഇക്കാലത്ത് നമ്മുടെ ട്രസ്റ്റിമാരുടെ എണ്ണമാണ് കൂട്ടിയത്. അങ്കിൾ ടെക്കിന്റെ സുഹൃത്തായിട്ടുള്ള മിസ്റ്റർ റോബർട്ട് ഷോ അദ്ദേഹത്തെ ട്രസ്റ്റിഷിപ്പിലേക്ക് കൊണ്ടുവന്നു. അതോടെ തന്നെ അതായത് അങ്കിൾ ഡിക്ക് അദ്ദേഹത്തിനെ എലക്ട് ചെയ്തു, ബോർഡിലേക്ക് എലക്ട് ചെയ്തു. കൂടാതെ രണ്ട് ന്യൂയോർക്കേഴ്സിന്റെ, അവരുടെ പേര് ഹോവാർഡ് ആൻഡ് ബെർട്ടാണ്, അവരെയും കൊണ്ടുവന്നു. അതുകൂടാതെ ടോം ബിയും ഡിക്കസ് ഡിക്ക്, ഇവർ രണ്ടുപേരും അക്രോൺകാരാണ്, ഇപ്പൊ ന്യൂയോർക്കിലാണ് അവർ താമസിക്കുന്നത്, അവരെയും ട്രസ്റ്റിഷിപ്പിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ ടോം കെ, അദ്ദേഹം നന്നായി കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളാണ്, ജേഴ്സിമാനാണ്, ജേഴ്സിയിലാണ് അദ്ദേഹത്തിന്റെ വീട്, അദ്ദേഹത്തിനും ചേർത്തു. അങ്ങനെ കൂടുതൽ നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകളും ഇവരോടൊപ്പം ജേഴ്സിക്കാരനും യാഥാസ്ഥിതികനും കഠിനാധ്വാനമായി കെ ടോമും ഉണ്ടായിരുന്നു. പിന്നീട് ബെർണാഡ് സ്മിത്തിനെയും ലെയനാർഡ് ഹാരിസിനെ പോലുള്ള മധ്യസ്ഥരില്ലാത്തവർ ദീർഘകാല സേവനവുമായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ഓക്കെ, അടുത്ത ഭാഗം. ദ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് കൺസീവ്ഡ് ദ ഐഡിയ ഓഫ് സോളിസിറ്റിംഗ് the Dinger guest for contributions. Since Mr. Rockefeller had made a token gift of $1,000, it was supposed that the solicitations would not have any large money result, but it certainly might help. Mr. Rockefeller consented, and an appeal was directed to the dinner list. As we expected, no contribution was large. Large many result, but it certainly might help. Mr. Rockefeller consented, and an appeal was directed to the dinner list. As we expected, no contribution was large, but the donations were fairly numerous. The smallest check was for $10, and the highest was for $300. From a gentleman who had an alcoholic brother, the total of these gifts amounted of about $2,000, and this plus Mr. Rockefeller's gift of $1,000 put our hitherto empty foundations in funds for the first time. ഇപ്പോൾ വരുന്ന സൽക്കാരത്തിൽ പങ്കെടുത്ത അതിഥികളുടെ സംഭാവനകൾ ചോദിക്കാവുന്ന ധാരണയിൽ ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ എത്തി. മിസ്റ്റർ റോക്ക്ഫെല്ലർ വളരെ ചെറിയൊരു സംഭാവനയായ $1000 നൽകിയതുകൊണ്ട് വലിയ തുക ലഭിക്കില്ലെന്നും എന്നാൽ യഥാർത്ഥത്തിൽ സഹായകരമാകുമെന്ന് അവർ കരുതി. റോക്ക്ഫെല്ലർ സമ്മതിച്ചു. അതിഥികളിലേക്ക് നിർദ്ദേശം പോയി. ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു സംഭാവനയും ഭീമമായി എത്തിയില്ല. എന്നാൽ കാര്യമായത് ഏറ്റവും കുറഞ്ഞത് $10, കൂടിയ സംഭാവന $300. അതും അദ്ദേഹത്തിന്റെ സഹോദരൻ മധ്യസ്ഥനായിരുന്നു. അയാളാണ് $300 നമുക്ക് നൽകിയത്. ഇതോടൊപ്പം റോക്ക്ഫെല്ലറുടെ 1000 കൂടി ചേർന്നപ്പോൾ കാലിയായി കിടന്ന ഫൗണ്ടേഷന്റെ ഫണ്ട് ആദ്യമായി ചെറിയൊരു ബാലൻസിലേക്ക് എത്തി. ആദ്യമായിട്ട് ബാലൻസ് വന്നു. മണി വൈസ്, Dr. Bob and I were still in rather bad way. We were therefore allowed $30 a week, and enough was on hand to keep this up for a year. Thereafter, the dinner guests were solicited annually, and the proceeds were always divided in the same way. 4 years later, we were able to write Mr. Rockefeller and his friends of the Union Club dinner that we needed no more funds by them than royalties from the book were giving Dr. Bob and me the help we needed, and the AA groups and we had begun to pick up the load of supporting the headquarters office at the point. The AA traditions of no outside contributions went into full force and effect. Mr. Rockefeller and his friends had given us something more valuable than money. They had put AA on the map. പണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഞാനും ഡോക്ടർ ബോബും വളരെ മോശം അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആഴ്ചയിൽ $30 വീതം തന്നുകൊണ്ടിരുന്നു. ഒരു വർഷത്തേക്ക് അത് മതിയായിരുന്നു. തുടർന്ന് വർഷം അതിഥികളോട് അഭ്യർത്ഥിക്കുകയും അവരിൽ നിന്ന് ലഭിക്കുന്നത് മേൽപ്പറഞ്ഞ വിധത്തിൽ വീതം വെക്കുകയും ചെയ്തു. 4 വർഷം കഴിഞ്ഞപ്പോൾ റോക്ക്ഫെല്ലറോടും യൂണിയൻ ക്ലബ് അതിഥികളോടും ഇനിയും ഞങ്ങൾക്ക് സംഭാവനകൾ ആവശ്യമില്ലെന്ന് ഞങ്ങൾ അറിയിക്കുകയും ചെയ്തു. അപ്പോഴേക്കും എനിക്കും ഡോക്ടർ ബോബിന് ആവശ്യമുള്ള സഹായം പുസ്തകത്തിന്റെ റോയൽറ്റിയിൽ നിന്ന് ലഭിച്ചു തുടങ്ങിയിരുന്നു. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫീസിന് വേണ്ട സഹായം ഗ്രൂപ്പുകളിൽ നിന്ന് ലഭിച്ചു തുടങ്ങി. അങ്ങനെ പുറത്തു നിന്നുള്ള സഹായം വേണ്ട എന്ന എയുടെ പാരമ്പര്യം പ്രാബല്യത്തിൽ വന്നു.
മിസ്റ്റർ റോക്ക്ഫെല്ലറുടെ സുഹൃത്തുക്കളും പണത്തേക്കാൾ വിലപ്പെട്ടതെന്തോ നമുക്ക് തന്നു. അവർ എയെ ചിത്രത്തിലേക്ക് എത്തിച്ചു. They had put AI on the map. മാപ്പിൽ എത്തിച്ചു. എയെ ചിത്രത്തിലേക്ക് എത്തിച്ചു, അല്ലെങ്കിൽ എയെ ഭൂപടത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ഭാഗം. Now to flash back for a moment to the spring of 1940. Over Henry's strong objections, we had moved from the tiny cubicle of an office in Newark to one slightly larger team. Next door to our downtown post office box, Ruth and I set about answering the mass of inquiries that came in the wake of the Rockefeller dinner and the resulting publicity. Many new AA groups took shape as travelers from the older centers, armed with lists of prospectus, visited new locations. The struggle at this distant outposts were quickly reflected in letters asking for advice on the growing pains and problems of the new groups. Almost every week, we happily added a new pin to our wall map to mark another group in a formation. ഒരു നിമിഷം 1940 വസന്തത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങിപ്പോകാം. ഹെൻറിയുടെ എതിർപ്പിനെ അവഗണിച്ച് ഞങ്ങൾ ന്യൂയോർക്കിലെ ആ കൊച്ചു കുടുസുമുറിയിൽ നിന്ന് അല്പം കൂടി വലിപ്പമുള്ള 30 വെസായ് സ്ട്രീറ്റിലെ കൊച്ചുമുറിയിലേക്ക് ഞങ്ങൾ മാറി. അതിനടുത്താണ് ന്യൂയോർക്ക് സിറ്റിയിലെ നമ്മുടെ പോസ്റ്റ് ബോക്സ്. റോക്ക്ഫെല്ലറുടെ സൽക്കാരത്തെ തുടർന്നുണ്ടായ ഭീമമായ അന്വേഷണങ്ങൾക്ക് മറുപടി നൽകാൻ ഞാനും റൂത്തും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അഭ്യുദയാകാംക്ഷികളുടെ മറുപടി നൽകാൻ ഞാനും റൂത്തും ശ്രമിച്ചു. അഭ്യുദയാകാംക്ഷികളുടെ ലിസ്റ്റുമായി പഴയ കേന്ദ്രങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന സഞ്ചാരികൾ ധാരാളം പുതിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്തു. ഇത്തരം വിദൂര സ്ഥലങ്ങളിലുള്ള ഗ്രൂപ്പുകളുടെ വേദനകളും പ്രശ്നങ്ങളും അവരുടെ കത്തുകളിൽ നിന്ന് വ്യക്തമായിരുന്നു. ഒരാഴ്ചയും ഓരോ പുതിയ ഗ്രൂപ്പ് മാപ്പിൽ അടയാളപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് സന്തോഷകരമായ കാര്യമായിരുന്നു. ഓരോ പിന്ന് വെച്ചിട്ടാണ് അവർ മാർക്ക് ചെയ്തിരുന്നത്. അപ്പൊ മാപ്പിൽ ഓരോ സ്ഥലത്ത് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ പിന്ന് വെച്ചിട്ട് പിൻ ടു അവർ മാപ്പ് ടു മാർക്ക് അനദർ ഗ്രൂപ്പ് ഇൻഫോർമേഷൻ. അപ്പൊ അന്നത്തെ കാലത്ത് പുതിയ ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ ആ മാപ്പിൽ ഓരോ പിന്ന് വെച്ചിട്ട് പുതിയ മാർക്ക് ചെയ്യുമായിരുന്നു. അപ്പൊ ഈ പറയുന്ന സ്ഥലം ന്യൂയോർക്ക് സിറ്റിയിലെ ന്യൂവാർക്ക്. അപ്പൊ അടുത്ത ഭാഗം. The sales of the AA book steadily increased, and we could now meet the cost of rent, postage, and supplies. And best of all, we could pay Ruth a fair salary. Louis and I were living rent-free at the old 24th Street Club, and we were able to get along nicely on the proceeds of the Rockefeller dinner, and gifts still being paid to the Louis W. Home Replacement Fund in the foundation. Everybody began to breathe easier. അപ്പോൾ പുസ്തക AA ബുക്കിന്റെ വിൽപ്പന മെച്ചപ്പെട്ടു. ഞങ്ങൾക്കിടയിൽ വാടകയും പോസ്റ്റേജും അതിലൊക്കെ ഉപരി റൂത്തിന് ന്യായമായൊരു വേതനവും നൽകാൻ ഇപ്പോൾ കഴിയുന്നുണ്ട്. ഞാനും ലൂയിസും ഇപ്പോൾ ഓൾഡ് 24 ക്ലബിൽ വാടകയില്ലാതെയാണ് താമസിക്കുന്നത്. റോക്ക്ഫെല്ലറുടെ സൽക്കാരത്തിന് ലഭിച്ച സഹായവും ലൂയിസിന്റെ വീടുമാറ്റ ഫണ്ടിലേക്ക് വരുന്ന സഹായവും കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ചുരുക്കത്തിൽ എല്ലാവരും എളുപ്പത്തിൽ ശ്വാസം വിടാൻ തുടങ്ങി. The affairs of Works Publishing, however, were still in pretty sketchy shape. It had never been incorporated, and the only evidence of its existence were the stock certificates that Henry and I had manufactured, the books in the warehouse, and the cancelled checks that gave a rough idea of how the money had been spent. 400 shares of stock to be equally divided between Henry and me had never been issued and could not be issued under our original agreement until the cash subscribers had received all their money back. ഇപ്പോൾ പുസ്തക പ്രസ്ഥാനത്തിന്റെ കാര്യങ്ങൾ ഇപ്പോഴും അപൂർണമാണ്. ഇപ്പോഴും അത് സംയോജിക്കപ്പെട്ടിട്ടില്ല. ഞാൻ ഹെൻറിയും ചേർത്തുണ്ടാക്കിയ സ്റ്റോക്ക് സർട്ടിഫിക്കറ്റുകളും വെയർഹൌസിൽ കിടക്കുന്ന ബുക്കുകളും മാത്രമാണ് ഇപ്പോൾ. ക്യാൻസൽ ചെയ്ത ചെക്കുകൾ മാത്രമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. പണം എങ്ങനെ ചെലവഴിക്കണമെന്നൊരു രൂപമില്ല. അതിനകത്ത് അതായത് ഈ ചെക്കുകളും ഹെൻറിയും ചേർന്നുണ്ടാക്കിയ സ്റ്റോക്ക് സർട്ടിഫിക്കറ്റുകളും വെയർഹൌസിൽ കിടക്കുന്ന ബുക്കുകളും
ക്യാൻസൽ ചെയ്ത ചെക്കുകൾ മാത്രമാണ് തെളിവുകൾ. അതായത് പണം എങ്ങനെയാണ് കിട്ടിയെന്നുള്ള തെളിവുകൾ. പണം എങ്ങനെ ചെലവഴിക്കണമെന്നും ഒരു രൂപമില്ല. 400 ഓഹരികൾ എനിക്കും ഹെൻറിക്കും ഇടയിൽ തുല്യമായി വീതിക്കപ്പെട്ടിട്ടുണ്ട്. $200 ബിൽ ഡബ്ല്യുവിനും $200 ഹെൻറിക്കും. പക്ഷേ ഞങ്ങളുടെ വ്യവസ്ഥ അനുസരിച്ച് പണം മുടക്കിയവരുടെ പണം തിരികെ നൽകാതെ ഒന്നും ചെയ്യാനാവില്ല. പുസ്തകത്തിൽ നിന്ന് പണം ലഭിക്കാൻ തുടങ്ങിയപ്പോൾ പണം മുടക്കിയ ചാൾസ് ടൗൺ അടക്കമുള്ളവർ അസ്വസ്ഥരായി തുടങ്ങി. When they heard that the book was making money, some of the cash collectors, including even Charlie Towns, began to get restless. They wanted to know why all of the profits of the book were being spent to finance a headquarters for AA. We replied that there was not any other way. Would they like to see all those pleas for help thrown in the waste basket? But a few still insisted on getting their money back, and something had to be done. അപ്പൊ പുസ്തകത്തിൽ നിന്ന് പണം ലഭിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ പണം ഒടുക്കിയവര്, അതായത് ചാൾസ് ബി ടൗൺസ് ഹോസ്പിറ്റലിന്റെ ഉടമയായ ചാൾസ് ടൗൺസ് ഹോസ്പിറ്റലിന്റെ ഉടമയായ ചാൾസ് ബി ടൗൺസ് പോലും അങ്ങനെയുള്ളവർ പോലും അസ്വസ്ഥരായി. അങ്ങനെയുള്ളവരടക്കമുള്ളവർ അസ്വസ്ഥരായി തുടങ്ങി. എന്തുകൊണ്ട്? പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന ലാഭം മുഴുവനും ഹെഡ്ക്വാർട്ടേഴ്സിന് വേണ്ടി ചെലവഴിക്കുന്നു. മറ്റു മാർഗമില്ലെന്ന് ഞങ്ങൾ പറഞ്ഞു. സഹായത്തിനായിട്ട് വരുന്ന ആയിരക്കണക്കിന് അപേക്ഷകൾ ചവറ്റുകൊട്ടകളിൽ എറിഞ്ഞു കളയാനാകില്ല. അപ്പോഴും ചിലരെങ്കിലും പണം തിരികെ ലഭിക്കാൻ നിർബന്ധം പിടിച്ചുകൊണ്ടേയിരുന്നു. എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. Therefore, Ruth and I set about making Works Publishing's first report to its stockholders. We outlined the history of the book project and painted a rosy picture for the future. From the mass of check stubs, old bills, and receipts, we made an approximate counting. As I remember, the publishing company had shown a profit of about $3,000, which had all been spent on a work at the office. അതുകൊണ്ട് ഞാൻ റൂത്തും ചേർന്ന പുസ്തക പ്രസാധക കമ്പനിയുടെ ആദ്യത്തെ റിപ്പോർട്ട് അങ്ങ് തയ്യാറാക്കി ഓഹരി ഉടമകൾക്ക് അയച്ചു. ഒപ്പം ഭാവിയുടെ ഒരു ശോഭന ചിത്രവും പഴയ ചെക്കുകളും ബില്ലുകളും ചേർത്ത് സ്വീകാര്യമായ ഒരു കണക്ക് ഞങ്ങൾ അവതരിപ്പിച്ചു. $3,000 ലാഭമുണ്ടായിരുന്നതായി ഞാൻ ഓർമ്മിക്കുന്നു. അത് മുഴുവനും ഓഫീസിന്റെ ചെലവുകൾക്കായി ഉപയോഗിച്ചു. Again, we turned to our trusted part of blank stock certificates. On a number of these, we wrote Works Publishing Incorporated preferred stock par value $100. വീണ്ടും ഞങ്ങൾ ബ്ലാങ്ക് സ്റ്റോക്ക് സർട്ടിഫിക്കറ്റുകൾ പരിശോധിച്ചു. അതിൽ എഴുതിയിരിക്കുന്നത് പുസ്തക പ്രസാധക ഓഹരി വില $100. Equipped with these certificates, I went off to Washington. The new AA group there included some well-to-do members, Bill E. Hardin-C and Bill A. They cheerfully bought this strange and irregular stock certificate in the amount of about $3,000. Thus, we satisfied a few of the grumbling stockholders and greatly handed to Mr. Charles Towns all of the money which he had advanced to make the book project possible. He was delighted, and so were we. അപ്പോ ഈ രേഖകളുമായി, ഈ സർട്ടിഫിക്കറ്റുകളുമായി ഞാൻ വാഷിംഗ്ടണിലേക്ക് പോയി. അവിടുത്തെ പുതിയ ഗ്രൂപ്പിന്റെ ചില കഴിവുള്ള അംഗങ്ങളുണ്ട്. ബിൽ ഇ ഹാർഡിൻ സി ആൻഡ് ബിൽ എ എന്നിവർ സന്തോഷപൂർവ്വം ഒരു ഉറപ്പുമില്ലാത്ത ഈ ഓഹരികൾ $3,000 വാങ്ങി. അങ്ങനെ ഞങ്ങൾ അതൃപ്തരായ ഓഹരി ഉടമകൾക്കും ചാൾസ് ടൗൺസിനും കഴിയുന്നത്ര തുക തിരികെ നൽകി. അദ്ദേഹത്തിനും സന്തോഷമായി, ഞങ്ങൾക്കും സന്തോഷമായി. In this period, one of our non-alcoholic friends performed an outstanding service for us. This was accountant West Flint and Company, a lifelong associate of Dick Richardson. He saw that Works Publishing was properly incorporated, and he personally audited its affairs and those of the foundation from our beginning in 1938. Ruth had no time to keep books, and I did not know how. So a thorough CPA audit of the book company proved it to be a real job. That tireless Mr. West spent days and days at it without pay. When this difficult job of unscrambling our affairs was completed, we felt we could ask no more of Mr. West. From that point on, Wilbur, as a CPA as well as on early AA, took over the job of keeping our records in shape. He did this for a long time, gratis. And even today, I doubt if we pay him enough. ഞങ്ങളുടെ ഒരു സുഹൃത്ത് വലിയൊരു സേവനം ഈ കാലത്ത് ചെയ്തു തന്നു. ഡിക്ക് റിച്ചാർഡ്സന്റെ സന്തത സഹചാരിയായിരുന്ന വെസ്റ്റ് ഫ്ലിന്റ് ആൻഡ് കമ്പനിയിലെ അക്കൗണ്ടന്റായ വെസ്റ്റ് ആയിരുന്നു അത്. ഈ സോ ദാറ്റ് വർക്സ് അദ്ദേഹം
വെസ്റ്റ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പുസ്തക പ്രസാധക പ്രസ്ഥാനത്തിന്റെ കണക്കുകൾ വേണ്ട വിധം സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും ഫൗണ്ടേഷനുമായുള്ള 1938 മുതലുള്ള എല്ലാ ഇടപാടുകളും അദ്ദേഹം ഓഡിറ്റ് ചെയ്തു. റൂത്തിന് പുസ്തകങ്ങൾ സൂക്ഷിക്കുവാൻ തന്നെ സമയമില്ലായിരുന്നു. എനിക്കത് അറിയുമായിരുന്നില്ല. പുസ്തകങ്ങൾ സൂക്ഷിക്കുന്ന സമയമില്ലായിരുന്നു. എനിക്കത് അറിയുമായിരുന്നില്ല. അതുകൊണ്ട് ഒരു അംഗീകൃത ഓഡിറ്റ് പരിശോധന ശ്രമകരമായിരുന്നു. മിസ്റ്റർ വെസ്റ്റ് വേതനമില്ലാതെ ദിവസങ്ങളോളം അക്ഷീണനായി ജോലി ചെയ്തു. ഞങ്ങളുടെ ഇടപാടുകളുടെ കുരുക്കുകൾ അഴിച്ച ശേഷം വെസ്റ്റിന്റെ സഹായം തേടുന്നത് ഉചിതമല്ലെന്ന് ഞങ്ങൾക്ക് തോന്നി. അതിൽ പിന്നീട് അംഗീകൃത ഓഡിറ്റുകളും ആദ്യകാല അംഗവുമായ എസ് ബിബ്ലർ ആണ് നമ്മുടെ റെക്കോർഡ് എന്ന് എനിക്ക് ഇന്നും സംശയമാണ്. By 1940, we had begun to see that the AA book should belong to our society itself. Its shares should not be forever scattered among 49 subscribers, Ruth Hogg, Henry, and me. If the foundation could acquire these outstanding shares, the book could be placed in trust for AA as a whole. The proceeds of the book would become tax-free if the cash shareholders were paid off, and they could no longer kick about the book's income being used to run the AA office. ബുക്ക് നമ്മുടെ സമൂഹത്തിൻ്റെതായിരിക്കണമെന്ന് 1940ഓടെ ഞങ്ങൾക്ക് തോന്നി തുടങ്ങി. അതിന്റെ ഓഹരികൾ 49 വരിക്കാരിലും റൂത്ത് ഹോക്കിലും ഹെൻറിയിലും പിന്നീട് എന്നിലും ആകരുത്. ഫൗണ്ടേഷൻ ഈ ഓഹരികൾ സ്വന്തമാക്കിയാൽ പുസ്തകം എയുടേതാകും. ഓഹരി ഉടമകളുടെ കടം തീർക്കാൻ പുസ്തകം നികുതിരഹിതമാവുകയും ചെയ്യും. പുസ്തകത്തിന്റെ വരുമാനം പൂർണ്ണമായും ഓഫീസിന്റെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനും കഴിയും. Trustee A. Leroy Chipman conceived the idea of borrowing enough money from Mr. Rockefeller, two of his sons, and the dinner guests to clear away certain debts and to buy all Works Publishing shares except Henry's and mine from the cash subscribers at par. Every one of the cash subscribers gladly consented to this. They were happy to get out even. Mr. Chipman thereupon raised a total of $8,000 to be repaid to Mr. Rockefeller and the others out of books profits at a later date. The subscribers turned in their shares, received their money, and placed our foundation in possession of a 1/3 interest in Works Publishing. A few of the subscribers, both alcoholic and non-alcoholic, were extra generous. Some sent all and some half of the money they had received back to the foundations as gifts. പണം മുടക്കിയിരിക്കുന്ന എല്ലാ ഓഹരി ഉടമകളുടെയും എന്റെയും ഹെൻറിയുടെയും ഒഴികെ കടം വീട്ടുന്നതിനായി റോക്ക്ഫെല്ലറിൽ നിന്നും അദ്ദേഹത്തിന്റെ 2 ആൺമക്കളിൽ നിന്നും അന്നത്തെ വിരുന്ന് സൽക്കാര അതിഥികളിൽ നിന്നും പണം കടമായി വാങ്ങാമെന്ന ട്രസ്റ്റിയായ ലിറോയ് ചിപ്മാൻ കരുതി. ഓഹരി ഉടമകൾ ഇതിൽ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിലേക്കായി മൊത്തം $8,000 കിട്ടി. പിന്നീട് റോക്ക്ഫെല്ലർക്ക് മറ്റുള്ളവർക്കുമായി തിരികെ നൽകേണ്ടതുണ്ട് എന്ന് ചിപ്മാൻ കണ്ടെത്തി. നിക്ഷേപകർ അവരുടെ പണം സ്വീകരിക്കുകയും 1/3 ഭാഗം പലിശ ഫൗണ്ടേഷന് നൽകുകയും ചെയ്തു. ചിലർ കൂടുതൽ ഉദാരമനസ്കരായിരുന്നു. ചിലർ അവർക്ക് ലഭിച്ച തുകയിൽ പകുതിയും ചിലർ മുഴുവനുമായും ഫൗണ്ടേഷന് സമ്മാനമായി നൽകി. That left 2/3 interest in Works Publishing still coming to Henry and me. Seeing the necessity of the situation, I agreed to turn my 200 shares over to the foundation. But poor Henry was still drinking was not easily conceived. For a long time, he resisted all our pleas. One day, completely broke and very shaky, he turned up to the Bayside Street office. He pointed out that most of our office furniture shall belong to him, particularly the huge desk and the overstuffed chair. This gave us an idea. Supposing we said that the foundation would buy this furniture for, say, $200, would he then turn his Works Publishing stock over to the trustees? Henry finally consented and signed the necessary paper promising to do this. As a matter of fact, we had once before allowed Henry money on his furniture in order to help him out. But the trustees gravely produced still another $200. Henry turned in his stock. I turned in mine. And that is how the Society of Alcoholics Anonymous, through its trustees, came to own the big book. ഇപ്പോൾ പുസ്തക കമ്പനിയുടെ വരുമാനത്തിന്റെ 2/3 ഭാഗം പലിശ എനിക്കും ഹെൻറിക്കും ലഭിക്കണം. ഞാൻ എൻ്റെ 200 ഓഹരികൾ
200 ഓഹരികൾ ഫൗണ്ടേഷന് വിട്ടുകൊടുത്തു. ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഹെൻറിയെ ഇതൊന്നും ബോധ്യപ്പെടുത്താനായില്ല. വളരെ കാലം ഞങ്ങളുടെ അപേക്ഷകൾ അദ്ദേഹം ചെറുത്തു. ഒരു ദിവസം പാടെ തകർന്ന നിലയിൽ അദ്ദേഹം വെസൈഡ് സ്ട്രീറ്റിലെ ഓഫീസിൽ പ്രത്യക്ഷപ്പെട്ടു. ഓഫീസിലെ ഫർണിച്ചറുകൾ അദ്ദേഹത്തിന്റെ ഇടം നിന്ന് ചൂണ്ടിക്കാണിച്ചു, പ്രത്യേകിച്ച് ആ വലിയ ഡെസ്കും കസേരയും. ഞങ്ങൾ ഒരു ആശയം മുന്നോട്ട് വെച്ചു. ഫൗണ്ടേഷന് $200 വാങ്ങും. ഫർണിച്ചറുകൾ $200 വാങ്ങും എങ്കിൽ പുസ്തക കമ്പനിയുടെ ഓഹരികൾ തിരികെ നൽകാമോ? അവസാനം ഇത് അംഗീകരിച്ച് ഹെൻറി പേപ്പറുകളിൽ ഒപ്പുവെച്ചു. ഇതിനു മുമ്പും ഫർണിച്ചറിന്റെ പേരിൽ ഹെൻറിക്ക് പണം നൽകി ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഈ തവണ ട്രസ്റ്റിമാർ വളരെ വിഷമിച്ചാണ് $200 അനുവദിച്ചത്. ഹെൻറി അദ്ദേഹത്തിന്റെ ഓഹരികൾ വിട്ടു നൽകി. ഞാൻ എന്റെയും ഓഹരികൾ വിട്ടു നൽകി. അങ്ങനെയാണ് ആൾക്കൂൾസ് എന്ന സമൂഹം അവരുടെ ട്രസ്റ്റിമാരിലൂടെ ബിഗ് ബുക്കിന്റെ ഉടമസ്ഥാവകാശം വീണ്ടെടുത്തത്. There was a slow but steady growth of our society during 1940. As new groups were started, local newspapers began to print articles about this strange new fellowship. These pieces helped us greatly. Louis and Ruth each had started scrapbooks, but they happily pasted up the clippings as they came in. Groups were well underway in big towns like Boston, Philadelphia, Detroit, Chicago, San Francisco, and Los Angeles, and many smaller towns had equally promising beginnings. Cleveland continued its phenomenal boom, which had begun the year before. The New York clubhouse could hardly seat its meetings. In Akron, Dr. Bob had begun the historic partnership with Sister Ignatia in St. Thomas Hospital. The year rolled along until the spring of 1941, when we could count 2,000 members, a gain of 1,200 in a single year. We thought this was good going, but actually we had not seen anything yet. We were on the threshold of the event that made Alcoholics Anonymous a national institution overnight. 1940-കളിൽ സാവധാനത്തിലും ക്രമത്തിലും നമ്മുടെ സമൂഹത്തിന് വളർച്ചയുണ്ടായി തുടങ്ങി. പുതിയ ഗ്രൂപ്പുകൾ ഉണ്ടായപ്പോൾ പ്രാദേശിക പത്രങ്ങൾ ഈ അസാധാരണ കൂട്ടായ്മയെക്കുറിച്ച് എഴുതാൻ തുടങ്ങി. ഇത് നമ്മെ വളരെ സഹായിച്ചു. ലൂയിസും റൂത്തും ചേർന്ന് ഇതൊക്കെ പത്രങ്ങളിൽ വന്ന വാർത്തയൊക്കെ വെട്ടിയെടുത്ത് സന്തോഷത്തോടെ ബുക്ക് രൂപത്തിലാക്കി സൂക്ഷിച്ചു. ബോസ്റ്റൺ, ഫിലാഡൽഫിയ, ഡിട്രോയിറ്റ്, ചിക്കാഗോ, സാൻ ഫ്രാൻസിസ്കോ, ലോസ് ഏഞ്ചലസ് തുടങ്ങിയ വലിയ നഗരങ്ങളിൽ ഗ്രൂപ്പുകൾ നല്ല നിലയിലായിരുന്നു. ചെറുപട്ടണങ്ങളിലും അങ്ങനെ തന്നെ. ക്ലബ് ഹൗസിൽ മീറ്റിംഗിന് സ്ഥലം തികയാതെയായി. അക്രോണിൽ സെന്റ് തോമസ് ഹോസ്പിറ്റലിൽ ഡോക്ടർ ബോബ് സിസ്റ്റർ ഇഗ്നേഷ്യസുമായുള്ള ചരിത്രപരമായ സഹകരണം ആരംഭിച്ചു. അങ്ങനെ 1941 ആയപ്പോഴേക്കും നമ്മൾ 2000 അംഗങ്ങളായി. അതായത് ഒറ്റ വർഷം കൊണ്ട് 1200 പേർ അംഗങ്ങളായി നമ്മളെ തേടിയെത്തി. നന്നായി പോകുന്നു എന്ന് ഞങ്ങൾ കരുതി. പക്ഷെ കാണാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റ രാത്രി കൊണ്ട് ഒരു ദേശീയ പ്രസ്ഥാനമായി വരുന്നതിന്റെ തുടക്കം മാത്രമായിരുന്നു അത്. Dr. A. Weishammer, already champion of AA in Philadelphia, had drawn our fellowship to the attention of Curtis Book, one of the owners of the Saturday Evening Post. At first, the editorial board of the Post was dubious, but Mr. Book had seen some of our Philadelphia members and had heard about their recovery at first hand. He knew whereof he spoke, and the next thing we knew, Mr. Jack Alexander, a star feature writer for the Post, appeared at our Versailles Street office. Knowing the circulations and prestige of the Saturday Evening Post, we were thrown into a great excitement. ഫിലാഡൽഫിയയിലെ പ്രഗത്ഭനായ A.A. വൈസ്ഹാമർ സാറ്റർഡേ ഈവനിംഗ് പോസ്റ്റ് ഉടമസ്ഥരിൽ ഒരാളായ കർട്ടിസ് ബേക്കിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഫിലാഡൽഫിയയിലെ പ്രഗത്ഭനായ A.A. വൈസ്ഹാമർ ഡോക്ടർ A. വൈസ്ഹാമർ ആണ് ഈ പറയുന്ന സാറ്റർഡേ ഈവനിംഗ് പോസ്റ്റിന്റെ ഉടമയായ കർട്ടിസ് ബുക്കിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. സാറ്റർഡേ ഈവനിംഗ് പോസ്റ്റിന്റെ ഉടമയാണ് അദ്ദേഹം. ആദ്യം എഡിറ്റോറിയൽ ബോർഡ് താല്പര്യം കാണിച്ചില്ല. മിസ്റ്റർ ബോക്ക് ഫിലാഡൽഫിയയിലെ ചില അംഗങ്ങളുടെ സുഖപ്പെടൽ നേരിട്ട് കണ്ടു. പിന്നീട് ഞങ്ങൾ കണ്ടത് പോസ്റ്റിലെ പേരെടുത്ത എഴുത്തുകാരനായ ജാക്ക് അലക്സാണ്ടർ വെസൈഡ് സ്ട്രീറ്റിലെ നമ്മുടെ ഓഫീസിൽ പ്രത്യക്ഷപ്പെടുന്നതാണ്. സാറ്റർഡേ ഈവനിംഗ് പോസ്റ്റിന്റെ പ്രശസ്തിയും പ്രചാരവും അറിയാവുന്ന ഞങ്ങൾ അത്ഭുതപ്പെട്ടു. Jack is an excellent reporter, and he by no means went overboard at once. The smell and taste of the Jersey rackets which I had just been investigating were still fresh to him. Seeing this, we gave him the most exhaustive briefing on Alcoholics Anonymous any writer has ever had. First, he met our trustees and New York people, and then we toured him all over the country.
ജാക്ക് അലക്സാണ്ടർ സമർത്ഥനായ ഒരു റിപ്പോർട്ടറാണ്. അയാൾ പെട്ടെന്ന് ഒന്നിലും എടുത്തു ചാടില്ല. അയാൾ ഇപ്പോൾ അന്വേഷിക്കുന്ന റിപ്പോർട്ട് ജേഴ്സി റാക്കറ്റുകളെ കുറിച്ചാണ്. അതിന്റെ രുചിയും മണവും ഇപ്പോഴും വിട്ടുപോയിട്ടില്ല. അത് എഴുതി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് മനസ്സിലാക്കി ഞങ്ങൾ ഒരു എഴുത്തുകാരന് മുമ്പ് കേട്ടിട്ടില്ലാത്ത വിധം ഞങ്ങൾ ആൽക്കോളിക്സ് അനോണിമസിനെ കുറിച്ച് അദ്ദേഹത്തോട് വിസ്തരിച്ചുകൊണ്ടേയിരുന്നു. ആദ്യം അദ്ദേഹം ട്രസ്റ്റിമാരെയും പിന്നീട് അദ്ദേഹം ന്യൂയോർക്കിലെ AA അംഗങ്ങളെയും നേരിട്ട് കണ്ടു. ഫൈനലി Jack said that he had enough. He was ready to write. പിന്നെ ഞങ്ങൾ അദ്ദേഹത്തെ രാജ്യം മുഴുവൻ ചുറ്റിക്കറക്കി കാണിച്ചു. മതി എന്ന അവസാനം ജാക്ക് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നീ എഴുതാൻ തുടങ്ങുകയാണ്. He was ready to write. ഞാൻ എഴുതാൻ തയ്യാറായി. But a serious difficult arose. പക്ഷേ ഒരു ഗൗരവ പ്രശ്നം ഉടലെടുത്തു. The Saturday Evening Post wanted pictures. Indeed, it said it must have them. It was all right, they said, for Dr. Bow, myself and other alcoholics to be called by other than their real names. But the pictures were they had to have, and some of them had to be on the sensational side. We objected that this might keep people away. Finally, they posted no pictures, no article. The choice was ours, and it was a hard one. Over the protests of a good many conservatives and fearful members, we told the Post to go ahead. It was a crucial decision which happily turned out to be the right one, that is for the time being. പക്ഷേ ഒരു ഗുരുതര പ്രശ്നം ഉടലെടുത്തു. സാറ്റർഡേ ഈവനിംഗ് പോസ്റ്റിന് ചിത്രങ്ങൾ വേണം. അവർക്കത് കൂടിയേ തീരൂ. ഡോക്ടർ ബോബിനെയും എന്നെയും മറ്റുള്ളവരെയും ഒക്കെ വേറെ പേരൊക്കെ ചേർത്ത് പറയാം, പക്ഷെ ചിത്രങ്ങൾ വേണം. അവയിൽ ചിലതെങ്കിലും വൈകാരികമായിരിക്കണം. ഞങ്ങളിത് എതിർത്തു. കാരണം ഇത് ആളുകളെ നമ്മളിൽ നിന്ന് അകറ്റും. അവസാനം പോസ്റ്റ് ഒരു നിലപാടെടുത്തു. ചിത്രങ്ങൾ നൽകിയില്ലെങ്കിൽ ലേഖനങ്ങളുമില്ല. തീരുമാനം ഞങ്ങളുടേതായിരുന്നു. അതാകട്ടെ കടുത്തതും ഒട്ടേറെ യാഥാസ്ഥിതികരുടെ എതിർപ്പിനെ അവഗണിച്ച് ഞങ്ങൾ പറഞ്ഞു, മുന്നോട്ട് പോവുക തന്നെ. ഇതൊരു കടുത്ത തീരുമാനമായിരുന്നു. പക്ഷെ കാലത്തിനൊത്ത വിധം ശുഭപരിഹാസയായി ആയിരുന്നു അത്. The article appeared in the March 1, 1941 issue. Jack's extensive investigation and his remarkable capacity for sympathy and rapport with us produced a piece which had immense impact. By mail and telegram, a deluge of pleas for help and orders for the book Alcoholics Anonymous, first in 100 and then in thousands, hit box 658. Ruth and I laughed as we remembered that day, less than 2 years before, when the postal clerk had handed us those jeering post cards from the doctors, pawing at random through the incoming mass of heartbreaking appeals. We found ourselves crying. What on earth could we do with them? We were really swamped. 1941 മാർച്ച് 1 ലേഖനം സാറ്റർഡേ ഈവനിംഗ് പോസ്റ്റിൽ വന്നു. ജാക്കിന്റെ വിപുലമായ അന്വേഷണവും അസാധാരണമായ കഴിവും നമ്മളോടുള്ള സഹതാപവും ഐക്യവും വലിയ ഫലമുളവാക്കി. നൂറുകണക്കിന് സഹായ അഭ്യർത്ഥനകളും ആൽക്കോഹോളിക്സ് അനോണിമസിന്റെ ബുക്കിനുള്ള ഓർഡറുകളും ലഭിച്ചു തുടങ്ങി. പിന്നീട് അത് നൂറുകണക്കിനുള്ള ഓർഡറുകൾ പിന്നീട് ആയിരക്കണക്കിനായി. ബോക്സ് നമ്പർ 658 എത്തി തുടങ്ങി. 2 വർഷം മുമ്പ് ഡോക്ടർമാരിൽ നിന്ന് ലഭിച്ച ഏതാനും പോസ്റ്റ് കാർഡുകളുടെ കാര്യം ഓർത്തപ്പോൾ എനിക്കും റൂത്തിനും ചിരിയടക്കാനായില്ല. ഹൃദയഭേദകമായ ചില സഹായ അഭ്യർത്ഥനകൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് കരച്ചിലും വന്നു. എന്ത് ചെയ്യാനാകും? ഞങ്ങൾ ചതിപ്പിൽ അകപ്പെട്ടതുപോലെയായി. We saw that we must have help, so we rounded up every AA woman and every AA wife who could as a typewriter. The upper floor of the 24th Street Club was converted into an emergency headquarters. For days, Ruth and the volunteers tried to answer the ever-increased tide of mail. They were almost tempted into using form letters, but experience had shown that this would not do at all. A warm personal communication must be sent to every prospector and his family. The peak of the flood finally passed, but the regular correspondence traffic through headquarters remained so great that we would have to have a permanent paid help. Volunteers could not handle the situation. ഞങ്ങൾക്ക് സഹായം വേണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ടൈപ്പ് റൈറ്റർ ഉപയോഗിക്കാൻ അറിയാവുന്ന ഓരോ AA സ്ത്രീകളെയും ഓരോ AAക്കാരുടെ ഭാര്യമാരെയും ഞങ്ങൾ കണ്ടെത്തി. 24-ാം ക്ലബിന്റെ മുകളിലത്തെ നില ഹെഡ്ക്വാർട്ടേഴ്സിന്റെ എമർജൻസി റൂമാക്കി മാറ്റി. റൂത്തും സഹായികളും ദിവസങ്ങളോളം കത്തുകൾക്ക് മറുപടി എഴുതി.
കത്തിന്റെ മാതൃകകൾ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കപ്പെട്ടു. ഇത് ഫലപ്രദമല്ലെന്ന് ബോധ്യപ്പെട്ടു. വ്യക്തിപരമായ ഒരു വിനിമയം നല്ല വൃത്തിയോടെ എഴുതി അയക്കണം. കുടുംബാംഗങ്ങളുമായി നല്ല ആശയവിനിമയം വേണം. പ്രളയം നിലച്ചു. പക്ഷേ ഹെഡ്ക്വാർട്ടേഴ്സുമായുള്ള വർദ്ധിച്ച വിനിമയം ക്രമീകരിക്കാൻ ജോലിക്കാർ വേണം. സഹായികൾ മാത്രം മതിയാകുന്നില്ല. We also realized that this increased demands upon the office could not be met out of a book income. So, for the first time, we asked the AA groups to help. Following the post peace, trustees Howard and Bert went on the road on to Philadelphia and Washington, the other to Akron and Cleveland. They asked that all AA groups contribute to a special fund in the foundation, which would be earmarked for AA office husbands only. The contributions could be entirely voluntary. As a measuring stick, it was suggested that each group send in $1 per member per year. Gradually, group funds began to trickle in, and we were able to add two regular paid workers to the staff. The AA traditions of self-support began to be a reality. The net book income could now go into the foundation. Whenever the groups failed to meet office husbands, this reserve fund could plug the deficit, as it frequently did for many years. The book Alcoholics Anonymous was not only helping to save alcoholics, it became the financial cornerstone of the headquarters and the guarantor of our solvency. ഓഫീസിന്റെ കൂടി വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റാൻ പുസ്തകത്തിൽ നിന്നുള്ള വരുമാനം മാത്രം തികയില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ ആദ്യമായി ഗ്രൂപ്പുകളോട് സഹായം ആവശ്യപ്പെട്ടു. പോസ്റ്റിൽ ലേഖനം വന്നതിനെ തുടർന്ന് ട്രസ്റ്റിമാരായ ഹൊവാർഡും ബെർട്ടും റോഡിലൂടെ ഫിലാഡൽഫിയയിലേക്കും വാഷിംഗ്ടണിലേക്കും പിന്നീട് അക്രോണിലേക്കും ക്ലേവ്ലാൻഡിലേക്കും പോയി. ഫിലാഡൽഫിയയിലേക്കും വാഷിംഗ്ടണിലേക്കും ബെർട്ട് അക്രോണിലേക്കും ക്ലേവ്ലാൻഡിലേക്കും പുറപ്പെട്ടു. ഓഫീസ് പ്രവർത്തനങ്ങൾക്ക് മാത്രമായി ഫൗണ്ടേഷനിലേക്ക് സംഭാവനകൾ നൽകാൻ അവർ ഗ്രൂപ്പുകളോട് ആവശ്യപ്പെട്ടു. സംഭാവനകൾ സ്വമേധയമായിരിക്കണം. ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ ഒരു വർഷം $1 എന്ന ഒരു ധാരണയുണ്ടാക്കി. ഫണ്ടുകൾ വരാൻ തുടങ്ങിയപ്പോൾ ഓഫീസിൽ 2 ശമ്പളക്കാരെ നിയമിക്കാനായി സ്വയം പര്യാപ്തത എന്ന ആശയം യഥാർത്ഥമായി തുടങ്ങി. ബുക്കിൽ നിന്നുള്ള വരുമാനം ഫൗണ്ടേഷനിലേക്ക് പോകാൻ തുടങ്ങി. ഗ്രൂപ്പിന്റെ സഹായം ഓഫീസ് പ്രവർത്തനം ചെയ്യാതെ വരുമ്പോഴൊക്കെ കൂടുതൽ ധനം ഉപയോഗിച്ച് ചെലവ് നടത്തും. ഇത് വർഷങ്ങളായി തുടർന്നു. ആൽക്കോളിക്സ് അനോണിമസ് എന്ന പുസ്തകം മദ്യാസക്തനെ രക്ഷിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഹെഡ്ക്വാർട്ടേഴ്സിന്റെ സാമ്പത്തിക അടിത്തറയാണ്. നമ്മുടെ കടങ്ങൾക്കുള്ള ഒരു ഈടുമാണത്. ഗ്യാരണ്ടർ ഓഫ് അവർ സോൾവൻസി. At the end of 1941, when the group secretaries made their reports, we found that we members had jumped to 8,000, an increase of 6,000 over 1940. We had begun to reach into Canada and into foreign lands. Everywhere we were growing rapidly. In many ways, 1941 can be reckoned as the most exciting year in our history. We paid little attention to the low-lying clouds on the horizon, which would soon involve us in storms. AA was just entering its fearful and wonderful time of adolescence, a phase which was to last almost 15 years. The pins of our office wall map showed scores of new groups springing up every week. Sometimes experienced AAs moved away from established centers to make their homes in their cities. Such localities were the lucky ones, but in most cases, the newly formed groups had no experienced guidance whatever except for the AA book. An occasional traveler and correspondence with headquarters, their worries and problems seemed endless. Committees quarreled. New clubs had unheard of headaches. Orators held forth. Groups split wide open. Some members turned professional, selling AA therapy for money to news prospects. Sometimes whole groups got drunk and local public relations went haywire. Such was the beginning of a truly frightening experience that lasted a long time. 1941 അവസാനമായപ്പോഴത്തേക്കും ഗ്രൂപ്പുകൾ 8,000 അംഗങ്ങൾ ഉള്ളതായി കണക്കാക്കി. 1940 നിന്നും, അതായത് 1940-കളിൽ 2,000 മാത്രം ഉണ്ടായിരുന്നത് ഏകദേശം 6,000-ലധികം അംഗങ്ങളുടെ
വർധന. കാനഡയിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും നമുക്കെത്താനായി. എവിടെയും നാം സത്വരം വളർന്നുകൊണ്ടിരുന്നു. 1941 നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവേശമുണർത്തിയ വർഷം. 1940 നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവേശമുണർത്തിയ വർഷം. താണു പറക്കുന്ന മേഘങ്ങളിൽ നാം ശ്രദ്ധിച്ചില്ല. അവ കാറ്റിൽ നമ്മളോടൊപ്പം ചേരും. അതിന്റെ അത്ഭുതകരമായ ഭയാനകമായ കൗമാരഘട്ടത്തിലേക്ക് കടക്കുകയായിരുന്നു. ഇത് 15 വർഷക്കാലം നീണ്ടു നിന്നു. നമ്മുടെ ഓഫീസിലെ മാപ്പിൽ തറച്ചു വെക്കുന്ന മൊട്ടുസൂചികൾ സൂചിപ്പിക്കുന്നത് ആഴ്ചയിൽ ഒരു പുതിയ ഗ്രൂപ്പ് ഉണ്ടാകുന്നു എന്നതാണ്. ചിലപ്പോഴൊക്കെ പരിചയസമ്പന്നരായ എക്കാർ നഗരത്തിലേക്ക് താമസം മാറ്റി. അത്തരം സ്ഥലങ്ങൾ അനുഗ്രഹീതമായിരുന്നു. പലപ്പോഴും പുതിയ ഗ്രൂപ്പുകളിൽ പരിചയസമ്പന്നരുടെ സേവനം ലഭിക്കാറില്ല. എയുടെ ബുക്ക് മാത്രമായിരുന്നു ശരണം. അതുപോലെ തന്നെ വല്ലപ്പോഴും യാത്ര ചെയ്യുന്നവരോ ഹെഡ്ക്വാർട്ടേഴ്സുമായുള്ള വിനിമയമോ ആയിരുന്നു സഹായം. അവരുടെ പേടികളും പ്രശ്നങ്ങളും എണ്ണമറ്റതായിരുന്നു. കമ്മിറ്റികൾ തമ്മിൽ വഴക്കടിക്കാൻ തുടങ്ങി. പുതിയ ക്ലബ്ബുകൾ തലവേദന സൃഷ്ടിച്ചു. പ്രഭാഷകർ നിർത്താതെ പ്രഭാഷണം നടത്തുന്നു. ഗ്രൂപ്പുകൾ വിഭജിക്കപ്പെടുന്നു. ചില അംഗങ്ങൾ പ്രോഗ്രാം പുതിയ ആളുകൾക്ക് പണത്തിനായി നൽകുന്നു. അവർ പ്രൊഫഷണൽ തൊഴിലായി സ്വീകരിക്കുന്നു. ചില ഗ്രൂപ്പിലുള്ളവർ ഒന്നടങ്കം കുടിക്കുന്നു. പൊതുജനബന്ധം മറ്റുപോകുന്നു. വളരെ കാലം നീണ്ടുനിന്ന ഭയാനകമായ ഒരു അനുഭവമായിരുന്നു ഇത്. Then in one of our large centers, the amazing story got around that the foundation and the New York office and the book Alcoholics Anonymous were nothing but a huge racket for which Mr. John D. Rockefeller had foolishly fallen. At the height of this commotion, a few AAs set up a dinner in the city where their roomies had the largest currency. Dr. Bob and I were asked to speak. The dinner was not any too well attended, and the usual good cheer seemed mysteriously lacking. When the festivities were over, the chairman of all the groups in town conducted Dr. Bob and me to a hotel parlor. There they produced an attorney and a certified public accountant. They had been hearing awful stories about the foundation. They had heard that the book Alcoholics Anonymous was making vast sums of money, that Dr. Bob and I shared profits of $64,000 the year before. They believed that the Wall Street promoter had my truck backed right up to Mr. John D. Rockefeller's strong boss and had persuaded him to fill it with the coin for me and my friends. The interrogating committee let us know that a member from their city had met one of our trustees in New York, who was said to have confirmed these appalling reports. ഫൗണ്ടേഷനെയും ന്യൂയോർക്ക് ഓഫീസിലെയും ആൽക്കോളിക്സ് അനോണിമസ് എന്ന പുസ്തകത്തെയും പറ്റി വിചിത്രമായ കഥകൾ പരന്നു. ഇത് വലിയൊരു തട്ടിപ്പാണ്. ഈ തട്ടിപ്പിൽ ജോൺ ടി റോക്ക്ഫെല്ലർ വീണുപോയിരിക്കുന്നു. ഈ കിംവദന്തി കൂടുതൽ പരന്നിരിക്കുന്നു. പ്രത്യേകിച്ച് നഗരത്തിൽ കുറെ ഏക്കാർ ഒരു വിരുന്നൊരുക്കി. അതിൽ എന്നോടും ഡോക്ടർ ബോബിനോടും സംസാരിക്കാൻ ആവശ്യപ്പെട്ടു. വിരുന്നിൽ അനേകം ആളുകൾ പങ്കെടുത്തില്ല. സാധാരണ ഒരു ഉത്സാഹം അവിടെ എങ്ങും കണ്ടില്ല. സൽക്കാരം അവസാനിച്ചപ്പോൾ ഗ്രൂപ്പിന്റെ ചെയർമാൻ എന്നെയും ഡോക്ടർ ബോബിനെയും ഒരു ഹോട്ടലിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. അവിടെ ഒരു വക്കീലും അക്കൗണ്ടന്റും ഉണ്ടായിരുന്നു. അവർ ഫൗണ്ടേഷനെ കുറിച്ച് വളരെ മോശം കഥകളാണ് കേൾക്കുന്നത്. ആൽക്കോഹോളിക്സ് അനോണിമസ് എന്ന പുസ്തകത്തിന്റെ വിൽപ്പനയിൽ വൻ തുക ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം $64,000 ഞാനും ബോബും വീതം വെച്ചെടുത്തു. ഒരു പഴയകാല വാൾസ്ട്രീറ്റ് പ്രൊമോട്ടറായ ഞാൻ എനിക്കും എൻ്റെ സുഹൃത്തുക്കൾക്കുമായിട്ടുള്ള എൻ്റെ ട്രക്ക് നിറയെ പണം നിറയ്ക്കാൻ ജോൺ ഡി റോക്ക്ഫെല്ലറെ പ്രേരിപ്പിച്ചിരിക്കുന്നു. അന്വേഷണ കമ്മിറ്റിയിലെ ഒരു അംഗം ന്യൂയോർക്കിലെ ഒരു ട്രസ്റ്റിയെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. അവിശ്വസനീയമായ കെട്ടുകഥ എനിക്ക് ബോബിനും വല്ലാതെ കൊണ്ടു. ഭാഗ്യവശാൽ ആദ്യം മുതലുള്ള എല്ലാ കണക്കുകളുടെ ഒരു പകർപ്പ് എൻ്റെ കൈവശമുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത ഭാഗം. This incredible but more than half believed fantasy hit Dr. Bob and me quite hard. Fortunately, I happened to have with me a certificated audit of all of our affairs from the beginning. This showed that Dr. Bob thought he had been assigned a royalty, had ever received any, because his money was needed for AIA's office work. He was still on $30 a week stipend from the Rockefeller dinner. Like Dr. Bob, I received $30 a week from the dinner guests. And since the post article, I had begun drawing $25 a week from the publishing company, which had seemed justified from the book sales. My total income was $25 a week. The foundation itself still had practically no cash balances. The group contributions coming into it were promptly spent on the office in order to carry on there. The investigating committees
Accountant read our modest financial statement aloud and testified to its correctness. The committee was crestfallen and we received an apology. The committee's chairman explained that the meetings had been called to set the record straight, that few of committee members had actually believed the stories. He promised that he and his fellows would do all that they could to stop the spreading of the tales, but they never quite succeeded. The racket talk went on for years in that region. ഇപ്പൊ ഞാന് ഒരു കാര്യം കൂടി പറയാം. ഇതിനകത്ത് ഹെൻറി പിക്ക് ഇവരോടൊപ്പം ചെറിയ വൈരാഗ്യമായി നീരസായി. അപ്പൊ അദ്ദേഹമാണ് ക്ലേവ്ലാൻഡിൽ പോയിട്ട് മറ്റേ ക്ലാരൻസിനോടും അവരോടും ഒക്കെ ഇങ്ങനെ ബില്ലും ബോബും കൂടി പണം പറ്റിച്ചെടുക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ചെയ്തെന്നാണ് പിന്നീട് ചരിത്രകാരന്മാർ പറയുന്നത്. ഏതായാലും നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഭാഗ്യവശാൽ ആദ്യം മുതലുള്ള എല്ലാ കണക്കുകളുടെയും ഒരു പകർപ്പ് എന്റെ കൈവശമുണ്ടായിരുന്നു. ഡോക്ടർ ബോബിന് റോയൽറ്റി നീക്കി വെച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിന് അത് കൈപ്പറ്റാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അത് ഓഫീസ് പ്രവർത്തനത്തിന് ഉപയോഗിച്ചു. റോക്ക്ഫെല്ലറുടെ വിരുന്നിനെ തുടർന്നുണ്ടായ ആഴ്ചയിൽ ഒരു $30 മാത്രമേ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നുള്ളൂ. എനിക്കും ആഴ്ചയിൽ അതേ $30 പുസ്തക കമ്പനിയിൽ നിന്ന് $25. ആകെ ആഴ്ചയിൽ എനിക്ക് $55 ലഭിച്ചിരുന്നത്. ഫൗണ്ടേഷന് തത്വത്തിൽ ക്യാഷ് ബാലൻസ് ഇല്ലായിരുന്നു. ഗ്രൂപ്പിൽ നിന്നെത്തുന്ന സംഭാവനകൾ കൃത്യമായി ഫൗണ്ടേഷന്റെ നടത്തിപ്പിനായി തന്നെയാണ് ഉപയോഗിച്ചത്. അന്വേഷണ കമ്മിറ്റിയുടെ അക്കൗണ്ടന്റ് ഞങ്ങളുടെ സാമ്പത്തിക വിവരണം ഉച്ചത്തിൽ വായിച്ചു. കമ്മിറ്റി തല താഴ്ത്തി ഞങ്ങളോട് ക്ഷമാപണം നടത്തി. കാര്യങ്ങൾ വ്യക്തമാകാനാണ് ഇത്തരമൊരു യോഗം വിളിച്ചതെന്ന് കമ്മിറ്റിയുടെ ചെയർമാൻ അറിയിച്ചു. ചിലരെങ്കിലും ഈ കെട്ടുകഥകൾ വിശ്വസിച്ചു പോയിട്ടുണ്ട്. ഇത്തരം കഥകൾ പ്രചരിപ്പിക്കാതിരിക്കാൻ അദ്ദേഹവും സുഹൃത്തുക്കളും ആകുന്നതെല്ലാം ചെയ്യുമെന്ന് ഉറപ്പ് നൽകി. പക്ഷെ അവർ അതിൽ അത്ര വിജയിച്ചില്ല. കിംവദന്തികൾ വർഷങ്ങളോളം തുടർന്നുകൊണ്ടേയിരുന്നു. It was a very good experience for Dr. Bob and me. It obliged us to carefully re-examine our status and to seek the counsel of friends. This was one of the test cases out of which AS tradition respecting professionalism and paid workers was involved. It was certain that I could not continue full-time nor Bob devote more than for half his working hours to AA unless we both had some definite source of steady income. We could not expect the dinner guests to bolster us up infinitely. That would be contrary to the then forming tradition of no contributions from the outside world. Neither could he and I receive group funds which were already pledged to the support of the headquarters office. Profits of the book were all going into the Foundation Reserve Fund, and we had no business to touch them either. So, royalties from the book, provided the sales ever got large enough, seemed to be the only answer to the problem. In this way, we might be recompensed for authorship and for the labor of putting the publishing company together. But would this constitute professionalism within the meaning of our growing tradition? Some members said that this would make us professional. We would be making money out of AA. But our experience elsewhere had begun to indicate that this was not necessarily so. Our clubs were paying for caretakers. Most of the AA members, they were not paid anything for their 12-step work, but they were recompensed as janitors and cooks. We simply had to have their full-time services. Our New York office had just engaged an alcoholic staff member full-time. Was she a professional AA? Obviously not. She was being paid for special service as a secretary. എനിക്കും ബോബിനും ഇത് നല്ല അനുഭവമായിരുന്നു. ശ്രദ്ധാപൂർവം ഞങ്ങളെ പുനഃപരിശോധിക്കാനും ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ നിർദ്ദേശങ്ങൾ തേടാനും ഇത് ഞങ്ങളെ കൂടുതൽ പ്രേരിപ്പിച്ചു. ശമ്പളക്കാരുടെയും സാങ്കേതികത്തിനെയും നയിക്കുന്ന എയുടെ പാരമ്പര്യത്തിന്റെ പരീക്ഷണ ഘട്ടങ്ങളായിരുന്നു ഇത്. കൃത്യമായ പ്രതിഫലം ലഭിക്കുന്നില്ലെങ്കിൽ എനിക്ക് മുഴുവൻ സമയ പ്രവർത്തനാകാൻ സാധിക്കില്ല. ബോബിനാകട്ടെ അദ്ദേഹത്തിന്റെ പ്രവൃത്തി സമയത്തിന്റെ പകുതിയെങ്കിലും എയ്ക്ക് വേണ്ടി വിനിയോഗിക്കണമെങ്കിൽ എന്തെങ്കിലും പ്രതിഫലം ലഭിക്കണം. സൽക്കാരത്തിലെ അതിഥികൾ എന്നും ഞങ്ങളെ താങ്ങുമെന്ന് കരുതാനാകില്ല. പുറത്തുനിന്ന് സംഭാവന സ്വീകരിക്കില്ല എന്ന പാരമ്പര്യത്തിന് അത് എതിരാണ് താനും. എനിക്കോ അദ്ദേഹത്തിനോ ഗ്രൂപ്പിൽ നിന്ന് സഹായം സ്വീകരിക്കാനാവില്ല. അത് നേരെ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കണം. ഗ്രൂപ്പിൽ നിന്ന് വരുന്ന സംഭാവനകൾ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളിൽ ചെലവഴിക്കണം. പുസ്തകത്തിന്റെ ലാഭം ഫൗണ്ടേഷന് കരുതൽ ധനമായി സൂക്ഷിക്കേണ്ടതുണ്ട്. അതിൽ ഞങ്ങൾക്ക് തൊടാനാകില്ല. അതായത് പുസ്തകത്തിൽ നിന്ന് റോയൽറ്റി അധികമായി ലഭിച്ചാൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരമാവുകയുള്ളൂ. ഈ തരത്തിൽ പുസ്തകത്തിന്റെ അവകാശവും പ്രസാധക കമ്പനിയും സംയോജിച്ചു കൊണ്ടുപോകേണ്ടതുണ്ട്.
പക്ഷെ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് തൊഴിൽപരമാകില്ല. ചില അംഗങ്ങൾ പറഞ്ഞു ഇത് തൊഴിലാകും, AI ഉപയോഗിച്ച് പണം ഉണ്ടാക്കും. പക്ഷേ ഞങ്ങളുടെ അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത് അങ്ങനെയാകില്ല എന്നാണ്. ക്ലബ്ബുകൾ സൂക്ഷിപ്പുകാർക്ക് ശമ്പളം നൽകുന്നുണ്ട്. അവർ അധികവും AI അംഗങ്ങളാണ്. 12-ാം പടി പ്രവർത്തനത്തിനല്ല അവർക്ക് പണം നൽകുന്നത്. അവർ ക്ലബിനെ സൂക്ഷിക്കുന്നവരും അതിലെ പാചകക്കാരുമാണ്. അവരുടെ മുഴുവൻ സമയവും സേവനം നമുക്ക് ലഭിക്കുന്നുണ്ട്. ന്യൂയോർക്ക് ഓഫീസിൽ ഒരു മുഴുവൻ സമയ ജോലിക്കാരിയുണ്ട്. അവർ AI തൊഴിലാളിയാണോ? അല്ല. ഒരു സെക്രട്ടറി എന്ന നിലയിൽ അവർ ചെയ്യുന്ന സേവനത്തിനാണ് അവർക്ക് വേതനം നൽകുന്നത്. Ever since the book project started, my own thinking had gone from the one extreme to the other. Sometimes I had felt that I should hang on to my own third stock interest and have my royalty too. I was entitled, I thought, to all the financial reward that my work on the book business justified. As other times I felt that I should not take a cent no matter what difficulty that might cost Louis and me. ബുക്കിന്റെ പദ്ധതി ആരംഭിച്ചതിന് ശേഷം എൻ്റെ ചിന്ത എപ്പോഴും അങ്ങേ അറ്റത്തേക്കും തിരിച്ചുമായിരുന്നു. ചിലപ്പോൾ ഞാൻ ചിന്തിക്കും, ഞാൻ എൻ്റെ മുന്നിൽ ഓരോ ഓഹരിയിലും റോയൽറ്റിയിലും മാത്രം ചിന്തിച്ചാൽ മതി, എനിക്ക് ലഭിക്കാവുന്ന എല്ലാ സാമ്പത്തിക നേട്ടങ്ങളും ന്യായമാണ്. ചിലപ്പോൾ ഞാൻ ചിന്തിക്കും, എനിക്കും ലൂയിസിനും എന്തെല്ലാം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ഒരു സെന്റ് പോലും എടുക്കരുത്. ഇത്തരം Shortly after the financial investigation episode, Father Ed Dowling, our Jesuit friend from St. Louis, turned up in New York, still puzzled. I put the case up to him. He asked, "Do you think AI requires your full-time affairs?" I replied, "Yes, I think it does, perhaps indefinitely." Then he inquired, "Could you become a paid therapist, taking money for 12-step work?" I told him that the issue had been settled long since. Most empathetically, I could not, regardless of the consequences, nor could any other AA member. "Well, Bill," said Father Ed, "if you were the only one concerned, you could certainly start wearing a hair shirt and take nothing. But what about Louise? Once upon a time, you made a marriage contract to support her. Suppose you put her on the charity of friends so that you can do a service organization job for AA free. Would that be the kind of support your marriage contract called for? I should think the royalties would be the best bet." ഇത്തരം സാമ്പത്തിക കണക്കുകൂട്ടലുകൾക്കിടയിലാണ് നമ്മുടെ സെന്റ് ലൂയിസിൽ നിന്നുള്ള ജെസ്യൂട്ട് സുഹൃത്ത് ഫാദർ റെഡ് ഡൗളിംഗ് ന്യൂയോർക്കിൽ പ്രത്യക്ഷപ്പെട്ടത്. സംശയാലുവായ ഞാൻ എൻ്റെ കേസ് അദ്ദേഹത്തിനോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, "നിങ്ങളുടെ മുഴുവൻ സമയ പ്രയത്നം AI ആവശ്യമുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ?" ഞാൻ പറഞ്ഞു, "ഉണ്ട്, ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. തീർച്ചയായും 12-ാം പടി പ്രവർത്തനത്തിന് പ്രതിഫലം വാങ്ങുന്ന ഒരു തെറാപ്പിസ്റ്റ് ആകാൻ നിങ്ങൾക്ക് സാധിക്കുമോ?" ഈ പ്രശ്നം നേരത്തെ പരിഹരിച്ചതാണെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് എന്നല്ല, ഒരു AI-കാരനും അങ്ങനെ തെറാപ്പിസ്റ്റ് ആകാൻ കഴിയില്ല. അനന്തരഫലങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങളുടെ മാത്രം കാര്യമാണെങ്കിൽ ഒന്നും സ്വീകരിക്കാത്ത നിങ്ങൾക്ക് ജോലി ചെയ്യാം. പക്ഷെ ലൂയിസിന്റെ കാര്യം കൊള്ളാം, ഫാദർ എഡ് പറഞ്ഞു നിർത്തി. ഒരിക്കലൊരു വിവാഹ വാഗ്ദാനം ഉണ്ടായിരിക്കുന്നു. അത് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ദയാദാനത്തിന് വിട്ടുകൊടുക്കണമോ? ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന സേവനത്തിന്റെ പേരിൽ അത്തരം ഒരു വ്യവസ്ഥയാണോ വിവാഹ വ്യവസ്ഥ? റോയൽറ്റി ആകും നിങ്ങൾക്ക് നല്ലത്. ഇതിന്റെ അർത്ഥം ഞാനും ഡോക്ടർ ബോബും 12-ാം പടി പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം വാങ്ങരുത്, പക്ഷേ മറ്റ് സേവനങ്ങൾക്ക് പ്രതിഫലം പറ്റാം. This means that Dr. Bob and I must certainly never accept money for 12-step work, but that we could be recompensed for special service. We both accepted Father Ed's down the middle advice and have stuck by it ever since. And I am glad to say this status for Dr. Bob and me was later accepted as correct in principle by our entire fellowship. പക്ഷേ മറ്റ് സേവനങ്ങൾക്ക് പ്രതിഫലം പറ്റാൻ ഞങ്ങൾ ഫാദർ എഡിന്റെ മധ്യസ്ഥം സ്വീകരിച്ചു. പിന്നീട് ഞാനും ഡോക്ടർ ബോബും ഈ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. അത് ശരിയായിരുന്നു എന്ന് പിൽക്കാലത്ത് മുഴുവൻ കൂട്ടായ്മയെ അംഗീകരിക്കുകയും ചെയ്തു. In early 1940, non-alcoholic Secretary Ruth Hogue left us to be married, carrying the affectionate wishes of thousands of members. The work of that steady little pioneer of the big book Alcoholics Anonymous and AA's first headquarters set us an example that will never be forgotten. She was replaced by Bobby B, who became AA's National Secretary #2. Bobby's complete loyalty and devotion and her unbelievable energy and capacity for hard work were priceless helps during the confused and hazardous years which now lay ahead of us. Just before Ruth left, a new news clipping whose content was to become famous was called to our attention by a New York member, newsman Jack. It was an obituary notice from a New York paper. Underneath a routine account of the
one who had dead. There appeared these words: God grant us the serenity to accept the things we cannot change, courage to change the things we can, and wisdom to know the difference. 1942 നമ്മുടെ ആയിരക്കണക്കിനായ അംഗങ്ങളുടെ ആശംസകളോടെ നമ്മുടെ നോൺ ആൽക്കഹോളിക് സെക്രട്ടറി റൂത്ത് ഹോക്ക് വിവാഹത്തോടെ നമ്മളെ വിട്ടുപിരിഞ്ഞു. ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന പുസ്തകത്തിന്റെയും മേയുടെ ആദ്യ ഹെഡ്ക്വാർട്ടേഴ്സിന്റെയും ഊർജ്ജസ്വലമായ ഒരു തുടക്കക്കാരിയെ നമ്മൾക്കൊരിക്കലും മറക്കാനാവില്ല. അവൾക്ക് പകരമായി എത്തിയത് ബി ബോബിയായിരുന്നു. അവൾ എയുടെ രണ്ടാമത്തെ നാഷണൽ സെക്രട്ടറിയായി. ബോബിയുടെ തികഞ്ഞ സത്യസന്ധതയും ത്യാഗവും അവിശ്വസനീയമായ ശക്തിയും കഠിനാധ്വാനവും വിലമതിക്കാനാവാത്തതായിരുന്നു. അനിശ്ചിതത്വവും സാഹസികതയും നിറഞ്ഞ വരും വർഷങ്ങളിൽ അത് അത്രമേൽ സഹായകരമായിരുന്നു. റൂത്ത് പോകുന്നതിന് മുമ്പ് ഒരു പത്രക്കട്ടിങ്ങുമായി ജാക്ക് എന്നൊരാൾ നമ്മുടെ ഓഫീസിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം ന്യൂയോർക്കുകാരനായിരുന്നു. ഒരു ന്യൂയോർക്ക് പത്രത്തിൽ വന്ന ഒരു ഓർമ്മക്കുറിപ്പായിരുന്നു അത്. ഒരാളുടെ ചരമ അറിയിപ്പിനടിയിൽ ഈ വാചകങ്ങൾ കിടന്നിരുന്നു: ദൈവമേ, മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കാനുള്ള പ്രശാന്ത മനസ്സതിയും മാറ്റുവാൻ പറ്റുന്നവയെ മാറ്റുവാനുള്ള ധൈര്യവും ഇവയെ തമ്മിൽ തിരിച്ചറിയാനുള്ള വിവേകവും ഞങ്ങൾക്ക് നൽകണമേ. Never had we seen so much AI in so few words. While Ruth and I were admiring the prayer and wondering how to use it, Prince Howard walked into the office, confirming our own ideas. He exclaimed, "We ought to print this on cards and drop one into every piece of mail that goes out of here. I will pay for the first printing." For several years afterward, we following his suggestion, and with amazing speed, the Serenity Prayer came into general use and took its place alongside our two other favorites, the Lord's Prayers and the Prayer of St. Francis. ഇത്ര ചുരുങ്ങിയ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഞങ്ങൾ മറ്റൊരിടത്തും ഇതുവരെയും കണ്ടിട്ടില്ല. ഞാനും റൂത്തും ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് അത്ഭുതപ്പെട്ടിരുന്നപ്പോൾ നമ്മളുടെ സുഹൃത്ത് ഹോവാർഡ് ഓഫീസിലേക്ക് കടന്നു വന്നു. ഞങ്ങളുടെ ആശയങ്ങളെ അരക്കെട്ടുറപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു: ഇവിടെ നിന്നും പുറത്തേക്ക് പോകുന്ന ഓരോ മെയിലിലും ഇതൊരു കാർഡിൽ പ്രിന്റ് ചെയ്തിടണം. ആദ്യ പ്രിന്റിംഗ് ചെലവ് ഞാൻ മുടക്കാം. ഇത് വർഷങ്ങളോളം തുടർന്നു. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട പ്രാർത്ഥനകളായ കർത്തൃ പ്രാർത്ഥനയ്ക്കും സെന്റ് ഫ്രാൻസിസിന്റെ പ്രാർത്ഥനയ്ക്കും ഒപ്പം ഈ പ്രശാന്തിയുടെ പ്രാർത്ഥനയും സ്ഥാനം പിടിച്ചു. No one can tell for sure who first wrote the Serenity Prayer. Some say it came from the early Greeks. Others think it was from the pen of an anonymous English poet. Still others claim it was written by an American naval officer. And Jack Alexander, who once researched the matter, attributes it to the Reverend Reinhold Niebuhr of the Union Theological Seminary. Anyhow, we have the prayer, and it is said thousands of times daily. We count its writer among our great benefactors. ആരാണ് ഈ പ്രാർത്ഥന ആദ്യമായി എഴുതിയെന്ന് ആർക്കും പറയാനാവില്ല. ചിലർ പറയുന്നു ഇത് ഗ്രീക്കിൽ നിന്നുള്ളതാണെന്ന്. മറ്റു ചിലർ പറയുന്നു ഇത് അജ്ഞാതനായ ഒരു ഇംഗ്ലീഷ് കവിയുടേതാണെന്ന്. ചിലരാകട്ടെ ഇതൊരു അമേരിക്കൻ നേവൽ ഓഫീസറാണെന്ന് പറയുന്നു. ജാക്ക് അലക്സാണ്ടറുടെ നിരീക്ഷണത്തിൽ ഇത് യൂണിയൻ തിയോളജിക്കൽ സെമിനാരിയിലെ റവറൻഡ് ഫാദർ റെയ്നോൾഡ് നെയ്ബറുടേതാണ്. എന്തായാലും ഇത് നമ്മുടെ പ്രാർത്ഥനയാണ്. ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ഇത് പ്രാർത്ഥനയായി ഉപയോഗിക്കുന്നു. ഇത് എഴുതിയ ആളെ നാം നമ്മുടെ ഗുണകാംക്ഷിയായി കാണുന്നു. Our phenomenal expansion soon brought us face to face with the very important problem of public relations. The national spotlight was now on us. We had to begin dealing with the public on a large scale. Public ill-will could stunt our growth or even bring it to a standstill. Public confidence could swallow our ranks to numbers of which we had only dreamed before. The Saturday Evening Post piece had provided this. Public relations was not only a big problem but a very delicate one. Any blunders that could arouse general prejudice might prolong the suffering of many and cause and the lives of some. A carefully thought about public relations policy had to be formed and put into operation. Prime consideration was given to our relations with medicine and religion. Under no circumstances must we get into competition with either. If we appeared to be a new religious sect, we could certainly to be in trouble. And if we moved into the medical field as such, there would be a more trouble. So we began to emphasize the fact that AA as a way of life that conflicted with no one's religious belief. We let the doctors know how much we
needed hospitalization, and we suggested to psychiatrists and trying out places the advantage of cooperating with us at all times. Religion would be the province of the individual and of the clergyman, and the practice of medicine would be for our friends the doctors. As alcoholic layman, we were simply supplying the much needed and long lost missing link. This public relations attitude have been maintained over the years since, and they have brought heartwarming results. Today we have the unqualified support of nearly every religious denominations. Most medical practitioners who understand AA send their alcoholic patients to us. Our members speak frequently before religious gathering and medical societies, and the men of medicine and religions are often seen at AA's open meetings. But medicine and religion, important as they are, proved to be only a fraction of our total public relations problem. We also have to determine how best to cooperate with the press, radio, motion pictures, and more recently television, how to deal with the employees who wanted a special help. What would be the right attitude towards the field of alcohol education, research and rehabilitation, private and public? What would we say to prisons and hospitals who wanted AA groups within their walls? That were we to tell AAs who went into some of these five fields and who were then tempted to capitalize publicly upon the AA name for advertising or fundraising. What would we say or do if AA were ever widely exploited, defamed, or attacked by outsiders? Workable solutions to all the and many more such problems had to be found on AA might suffer serious consequences. നമ്മുടെ അത്ഭുതകരമായ വളർച്ച പൊതുജന സമ്പർക്കം എന്ന പ്രശ്നത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നു. ദേശീയ വീക്ഷണം നമ്മുടെ മേലായി, ദേശീയ തലത്തിലുള്ള വീക്ഷണം നമ്മുടെ മേലായി വൻതോതിൽ പൊതുജനങ്ങളുമായി നാം സമ്പർക്കത്തിലാകേണ്ടതുണ്ട്. പൊതുജന നീരസം നമ്മുടെ വളർച്ചയെ തടയും, അഥവാ നമ്മൾ സ്തംഭിച്ചു പോകും. പൊതുജന വിശ്വാസം നമ്മെ സ്വപ്നം കാണാൻ കഴിയാത്ത വളർച്ചയെ സഹായിക്കും. സാറ്റർഡേ ഈവനിംഗ് പോസ്റ്റ് ലേഖനം ഇത് നമ്മളെ തെളിയിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ പൊതുജന സമ്പർക്ക പരിപാടി ബൃഹത്തായ ഒരു പ്രശ്നമാണ്, അതുപോലെ തന്നെ വളരെ ലോലവുമാണ്. ഏതൊരു മണ്ഡലവും പൊതുവായ അഭിമാന പ്രശ്നവും പലരുടെയും കഷ്ടതകളും ചിലരുടെയെങ്കിലും ജീവിതത്തെയും ബാധിക്കും. ശ്രദ്ധാപൂർവം ആലോചിച്ച് ഉറപ്പിച്ച പൊതുജന സമ്പർക്ക പരിപാടി വേണം നടപ്പിൽ വരുത്താൻ. പ്രധാന പരിഗണന നമ്മുടെ വൈദ്യശാസ്ത്രത്തോടും മതങ്ങളോടുമുള്ള ബന്ധത്തിലായിരിക്കണം. ഏത് സാഹചര്യത്തിലും നാം ഇത് രണ്ടുമായിരിക്കണം. ഒരു സാഹചര്യം ഇത് രണ്ടുമായി ചേർന്ന് പ്രവർത്തിക്കുകയും അരുത്. നാം ഒരു പുതിയ മതവുമായി ചേർന്നാൽ തീർച്ചയായും അബദ്ധമാകും. വൈദ്യശാസ്ത്രപരമായ ചേർത്താൽ തീർച്ചയായും അബദ്ധമാകും. ഒരു സാഹചര്യത്തിൽ നാം ഇത് രണ്ടുമായി ചേർന്ന് പ്രവർത്തിക്കരുത്. നാം ഒരു പുതിയ മതവുമായി ചേർന്നാൽ തീർച്ചയായും അബദ്ധമാകും. വൈദ്യശാസ്ത്രവുമായി ചേർത്താൽ അതും തീർച്ചയായും അബദ്ധമാകും. വൈദ്യശാസ്ത്രവുമായി ചേർന്നാൽ കൂടുതൽ അപകടവും ഉണ്ടാകും. ഒരു മതവിശ്വാസവുമായി ചേർന്ന് സംഘർഷം ഉണ്ടാകാൻ നാം ആഗ്രഹിക്കുന്നില്ല. നമുക്ക് എത്രമാത്രം വൈദ്യസഹായം വേണമെന്ന് ഡോക്ടർമാർ തന്നെ മനസ്സിലാക്കട്ടെ. പുനരധിവാസ കേന്ദ്രങ്ങളിലും മനഃശാസ്ത്ര വിഭാഗത്തിലും നാം സഹകരണത്തിന്റെ ആനുകൂല്യം നേടിയെടുക്കുന്നു. മതങ്ങൾ വ്യക്തികളുടെയും പുരോഹിതന്മാരുടെയും പ്രവർത്തന മേഖലകളാണ്. വൈദ്യശാസ്ത്രമാകട്ടെ നമ്മുടെ സുഹൃത്തുക്കളായ ഡോക്ടർമാരുടെ കർമ്മരംഗമാണ്. സാധാരണക്കാരായ മധ്യാസക്തരായ നമ്മുടെ കടമയാകട്ടെ കഷ്ടപ്പെട്ടുപോയ കണ്ണി കൂട്ടിച്ചേർക്കുകയാണ്. ഇത്തരം പൊതുജന സമ്പർക്ക മനോഭാവങ്ങൾ വർഷങ്ങളായി നമുക്ക് ഊഷ്മളമായ ഫലങ്ങൾ തരുന്നു. ഇന്നും നമുക്ക് എല്ലാ മതവിഭാഗങ്ങളുമായി സാങ്കേതികമല്ലാത്ത പിന്തുണ ലഭിക്കുന്നുണ്ട്. AA തിരിച്ചറിഞ്ഞ ഡോക്ടർമാർ അവരുടെ രോഗികളെ നമ്മുടെ അടുത്തേക്ക് അയക്കുന്നുണ്ട്. നമ്മുടെ അംഗങ്ങൾ മതപരമായ കൂടിച്ചേരലുകളിലും വൈദ്യശാസ്ത്ര സൊസൈറ്റികളിലും പോയി സാധാരണയായി സംസാരിക്കാറുമുണ്ട്. പക്ഷെ മതങ്ങളും വൈദ്യശാസ്ത്രവും നമ്മുടെ പൊതുജന സമ്പർക്കത്തിന്റെ ഒരു അംശം മാത്രമാണ്. പത്രങ്ങളും റേഡിയോയും പല ചരിത്രങ്ങളും അടുത്ത കാലത്തായി TV-യുമായി എങ്ങനെ സഹകരിക്കണമെന്ന് തീരുമാനിക്കേണ്ടതുണ്ട്. അതുപോലെ തൊഴിൽശാലകളിൽ നിന്നുള്ള പ്രത്യേക സഹായ അഭ്യർത്ഥന, മധ്യസ്ഥയുമായിട്ടുള്ള ബന്ധപ്പെട്ട വിദ്യാഭ്യാസം, പരിവേഷണം, പുനരധിവാസം, അത് പ്രത്യേകിച്ച് സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലുള്ള പുനരധിവാസം ഇത്തരം കാര്യങ്ങളിലും നാം ശരിയായ മനോഭാവം സ്വീകരിക്കേണ്ടതുണ്ട്. ജയിലുകളിലും ഹോസ്പിറ്റലുകളിലും അതിനുള്ളിൽ AA ഗ്രൂപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരോട് നാം എന്തു പറയും? ഇത്തരം രംഗങ്ങളിലേക്ക് പോകുന്ന AA അംഗങ്ങളും അവർ പണത്തിനും പേരിനുമായി AA ഉപയോഗിക്കുന്നത് കാണുമ്പോഴും നാം എന്ത് ചെയ്യും? വ്യാപകമായ തോതിൽ പുറത്തുള്ളവർ നമ്മെ ചൂഷണം ചെയ്യുകയും ആക്രമിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്താൽ നാം എന്ത് പറയും? ഇത്തരം പ്രശ്നങ്ങൾക്ക് ക്രിയാത്മകമായ പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം AA ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്ക്
കടന്നു പോകും. Finding answers to this public relations puzzles has been a long process. After much trial and error, sometimes punctuated by painful mistakes, the attitudes and practices that would work best for us emerged. The basic ones can be seen today in the AI traditions. 100% anonymity is the public level. So no use of the AI name for the benefit of other causes. However, worthy no endorsement or alliances. The carrying of the message as the single purpose of for alcohol is anonymous. No professionalism. Public relations by the principle of attraction rather than promotion. These were some of the hard learned lessons. It was natural that our board of trustees and the headquarters office become the focal point around which the AA traditions were formed. Problems of every description poured in upon us. But by 1945, a considerable degree of order had come out of what had been a chaotic situation. On all sides of the membership of our society asked for the experience and guidance of the New York office in solving their problems. Things finally began to run so smoothly that the average AA members has taken our world service record for granted. Until recently, these headquarters services were largely invisible to him. Nevertheless, this unseen activity has surely been responsible for much of our growth and unity. Over the years, the functions of the foundation, thus a wide use of the AA book, the expansion of pamphlet literature, the answering of thousands of pleas for help, the response to requests for guidance on group problems, the working out of our relations with the public, all this constitute a growing service to the whole world of AA. At long last, our society really had begun to function as a whole. ഇത്തരം പൊതുജന സമ്പർക്ക പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്ന ഒരു നീണ്ട പ്രക്രിയയായിരുന്നു. അനേകം തെറ്റുതിരുത്തൽ പ്രക്രിയയിലൂടെ കടന്നു പോവുകയും വേദനാജനകമായ പിഴവുകൾ വരുത്തുകയും ക്രിയാത്മകമായ ശരിയായ മനോഭാവങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയും ചെയ്തു. അടിസ്ഥാനപരമായി നമുക്കെന്നറിയാം, 100% അനാമധേയത്വം പൊതുജന മധ്യത്തിൽ എത്ര മികച്ചതെങ്കിലും മറ്റു കാര്യങ്ങൾക്ക് എയുടെ പേര് ഉപയോഗിക്കുന്നില്ല. ഒന്നുമായും കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നില്ല. സന്ദേശങ്ങൾ നൽകുന്നത് പ്രാഥമിക ഉദ്ദേശമാണ്, ഒട്ടും തൊഴിൽപരമല്ല. പ്രചരിപ്പിക്കുന്നതിനേക്കാളേറെ ആകർഷിക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തുന്നു. ഇതൊക്കെ നാം പഠിച്ച കഠിന പാഠങ്ങളാണ്. സ്വാഭാവികമായും നമ്മുടെ ട്രസ്റ്റിമാരെ ചുറ്റിപ്പറ്റിയും ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫീസിനെ പ്രതിമയ്ക്കാണ് പാരമ്പര്യങ്ങൾ രൂപപ്പെട്ടത്. ഓരോ വ്യാഖ്യാനങ്ങളും നമുക്കുമേൽ പ്രശ്നങ്ങളായി രൂപപ്പെട്ടു. പക്ഷെ 1945 ആയപ്പോഴേക്കും സ്വീകാര്യമായ വിധം ഒരു ക്രമനിലയിൽ വന്നു. അതാകട്ടെ കുഴപ്പം നിറഞ്ഞതായിരുന്നു. എല്ലാ ഭാഗത്തു നിന്നുള്ള അംഗത്വം ന്യൂയോർക്കിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്കും അനുഭവങ്ങൾക്കുമായുള്ള ആവശ്യങ്ങൾ ഉയർന്നു. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി കാര്യങ്ങൾ സുഗമമായി പോയി തുടങ്ങി. ഒരു ശരാശരി അംഗത്തിന് വേൾഡ് സർവീസ് റെക്കോർഡുകൾ പ്രാപ്യമായി തുടങ്ങി. അടുത്ത കാലം വരെ ഹെഡ്ക്വാർട്ടേഴ്സ് സേവനങ്ങൾ അവന് കാണാൻ ആകുമായിരുന്നില്ല. എന്തായാലും കാണപ്പെടാതെ കിടന്നിരുന്ന പ്രവർത്തനങ്ങളാണ് നമ്മുടെ വളർച്ചയ്ക്കും ഐക്യത്തിനും നിദാനമായി പ്രവർത്തിച്ചിരുന്നത്. വർഷങ്ങളായി ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ, AA ബുക്കിന്റെ വ്യാപകമായ ഉപയോഗം, പാംലെറ്റുകളുടെ വിപുലീകരണം. Over the years, the function of the foundation, the wide use of the AA book, the expansion of pamphlet literature, the answering of thousands of pleas for help, the response to requests for guidance on the group problem, the working out of our relations with the public, all this constitute a growing service to the whole world of AA. At long last, our society really had begun to function as a whole. വർഷങ്ങളായി ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ, AA ബുക്കിന്റെ വ്യാപകമായ ഉപയോഗം, പാംലെറ്റുകളുടെ വിപുലീകരണം, ആയിരക്കണക്കിന് സഹായപ്പെടുത്തലുകൾക്ക് മറുപടി നൽകൽ, ഗ്രൂപ്പ് പ്രശ്നങ്ങളിൽ പരിഹാര നിർദ്ദേശങ്ങൾ, നമ്മുടെ പൊതുജന സമ്പർക്ക പരിപാടികൾ, ഇതൊക്കെയാണ് ലോകത്താകമാനമുള്ള AAക്കായി നൽകി വരുന്ന സേവനങ്ങൾ. അവസാനം നമ്മുടെ സമൂഹം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. The 1941-1945 period brought still other developments. Our downtown Versailles Street office was moved to 415 Lexington Avenue, just opposite Grand Central Station. We made this move because the need for serving the many AA travelers through New York had become urgent. Our new location near Grand Central brought us into contact with visitors who for the first time began to see Alcoholics Anonymous as a vision for the whole world. Thousands of AAs, their families, their friends,
their clergymen, their doctors, and their employers have since visited the New York headquarters. The growth of alcoholism was continued at a pace which was to us sometimes staggering. By almost geometrical progression, the multiplication went on year after year. We no longer counted by thousands. We began to reckon by tens of thousands. 1941-45 കാലഘട്ടത്തിൽ മറ്റു ചില പുരോഗതികളുണ്ടായി. നമ്മുടെ വെസൈഡ് സ്ട്രീറ്റ് ഓഫീസിലെ 415 ക്ലിന്റൺ അവന്യൂവിലേക്ക് നമ്മൾ ഓഫീസ് മാറ്റി. ഗ്രാൻഡ് സ്റ്റേഷന്റെ നേരെ എതിർവശത്തേക്ക്. ഈ നീക്കത്തിന് പിന്നിൽ ന്യൂയോർക്കിലൂടെ കടന്നു പോകുന്ന ഏഴക്കാരായ യാത്രക്കാരെ അടിയന്തരമായി സഹായിക്കുക എന്നതായിരുന്നു. ഗ്രാൻഡ് സെൻട്രലിലെ അടുത്ത ഞങ്ങളുടെ സ്ഥാനം സന്ദർശകരുടെ ഇടയിൽ ആൽക്കോളിസം അനോണിമസിനെ ആഗോള അടിസ്ഥാനത്തിൽ കാണാൻ സഹായിച്ചു. ആയിരക്കണക്കിന് ഏഴകൾ, അവരുടെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, പുരോഹിതന്മാർ, ഡോക്ടർമാർ, തൊഴിലുടമകൾ തുടങ്ങിയവരൊക്കെ ന്യൂയോർക്കിലെ ഞങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സന്ദർശിച്ചു. ആൽക്കോളിസം അനോണിമസിന്റെ വളർച്ചയുടെ ഗതിവേഗം ചിലപ്പോഴൊക്കെ ഞങ്ങളിൽ പതർച്ച ഉണ്ടാക്കി. വർഷം തോറും മിക്കവാറും ഇത് ഇരട്ടിച്ച് കൊണ്ടിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ആയിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിലേക്കാണ് പോകുന്നത്. But this was not the whole story. For the first time, we had begun to sense that the character of AA was changing. We were beginning to have success with the milder alcoholics and even some potential alcoholics. In the first year, those of us who sobered upon in AA had been grim and utterly hopeless cases, almost without exception. But now younger folks began to appear. Lots of people turned up who still had jobs and homes and health and even good social standing. This in the stand were able to pursue others like under themselves of the need of AA. Of course, it was necessary for this type of newcomers to his bottom emotionally, but we found they did not have to hit every possible bottom there was in order to admit that they were liquid. We began to develop a conscious techniques of raising the bottom and hitting them within. When one of these mild cases arrived at the convictions that he already had the principal symptoms of alcoholism, that was usually enough. He hit bottom and then and there, and so we was spared years of anguish. പക്ഷെ മുഴുവൻ കഥയും ഇതല്ല. എയുടെ പ്രമാണരേഖകൾ മാറ്റുന്നതായി ഞങ്ങളുടെ കഥ ശ്രദ്ധയിൽപ്പെട്ടു. ചില നേരിയ കേസുകളും പരുഷമായ കേസുകളും വിജയം കണ്ടെത്തുന്നതായി ഞങ്ങൾ കണ്ടു. ആദ്യ വർഷങ്ങളിൽ സുഖം പ്രാപിച്ചവരൊക്കെ തീർത്തും പ്രതീക്ഷയേറ്റവരോ രൂക്ഷമായ കേസുകളായിരുന്നു. മിക്കവാറും ഇതിന് അപവാദങ്ങളില്ലായിരുന്നു താനും. ഇപ്പോൾ ചെറുപ്പക്കാർ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ജോലി നഷ്ടപ്പെടാത്തവരും, സ്വന്തമായി വീടുള്ളവരും, ആരോഗ്യം നഷ്ടപ്പെടാത്തവരും, സമൂഹത്തിൽ സ്ഥാനങ്ങൾ നഷ്ടപ്പെടാത്തവരും നമ്മുടെ ഇടയിലേക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു. ഈ കൂട്ടർ ഇത്തരം മറ്റുള്ളവരെ എത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരക്കാർ തീർച്ചയായും വൈകാരികമായി അടി തട്ടിയിട്ടുണ്ട്. മദ്യത്തിന് അടിമപ്പെട്ടു പോയിരിക്കുന്നുവെന്ന് സമ്മതിക്കാൻ അത്തരത്തിൽ അടിതട്ടേണ്ടതില്ല എന്ന് ഇത്തരക്കാർ തീർച്ചയായും വൈകാരികമായി അടിതട്ടിയിട്ടുണ്ട്. മദ്യത്തിന് അടിമപ്പെട്ടു പോയിരിക്കുന്നെന്ന് സമ്മതിക്കാൻ അത്തരത്തിൽ അടിതട്ടേണ്ടതില്ല എന്ന് ഞങ്ങൾ കണ്ടെത്തി. അടിത്തട്ട് സ്വയം ഉയർത്തുന്ന ചില രീതികൾ ഞങ്ങൾ രൂപപ്പെടുത്തിയെടുത്തു. ഗുരുതരമല്ലാത്ത ചില കേസുകൾ മദ്യത്തിന് അടിപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുകയും അത് ധാരാളമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അയാൾ അടിതട്ടുന്നു, പിന്നീട് വർഷങ്ങളോളം ആകുലതയിൽ കഴിയുന്നു. ഇത്തരത്തിലുള്ള മറ്റു ചിലരിലും ഇത് പ്രവർത്തിക്കാൻ തുടങ്ങി. തുടക്കത്തിൽ സ്ത്രീകൾ സുഖപ്രാപ്തിയിൽ എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. In sometimes of the same fashion, this idea began to work out with the other kinds of prospects. In the beginning, we would not sober up women. They were different, they said. But when they saw other women get well, they slowly followed suit. The derelict, the rich men, and the socialist, all this one thought AA was not for them. So did certain people of them, other races and tongues and creeds. But when they clearly saw the alcoholic tragedy for which they were headed, they could forget their difference and join AA. As these new trends came into full view, we were overjoyed. Today, more than half of AA memberships consists of mild cases and those who once thought they were different. Then the spread out to foreign lands began. This development brought us a whole new set of problems to solve. Each new distant beachhead had to go through its flying blind and pioneering periods just as we had in the United States. Soon we were running into
language barriers, and more of our pamphlet literature had to be translated into other tongues. ഈ തരത്തിൽ മറ്റു ചിലരിലും ഇത് പ്രവർത്തിക്കാൻ തുടങ്ങി. തുടക്കത്തിൽ സ്ത്രീകളെ സുഖപ്രാപ്തിയിൽ എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. തങ്ങൾ വ്യത്യസ്തരാണെന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നു. മറ്റു ചില സ്ത്രീകൾ സുഖപ്പെടുന്നത് കണ്ടപ്പോൾ അവരും അവരെ പിന്തുടർന്നു. കൈവിട്ടുപോയവരും പണക്കാരും സോഷ്യലിസ്റ്റുകളും കരുതി അവർക്കുള്ളതല്ല എന്ന്. മറ്റു ചില വർഗങ്ങളും ഭാഷക്കാരും അങ്ങനെ തന്നെ കരുതി. പക്ഷെ മധ്യാസക്ത ദുരന്തങ്ങളും വ്യക്തമായി കണ്ടപ്പോൾ വ്യത്യാസങ്ങളാണ് വന്നത്. അവർ എയിൽ എത്തിച്ചേർന്നു. ഇത്തരം പുതിയ മനോഭാവങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ കൂടുതൽ പരിതരായി. ഇന്ന് എയിൽ എത്തുന്നവരിൽ പകുതിയെങ്കിലും രൂക്ഷമായല്ലാത്ത കേസുകളാണ് ഒരിക്കൽ ഞങ്ങൾ വ്യത്യസ്തനാണ് എന്ന് കരുതിയിരുന്നവർ. വ്യാപനം വിദേശ രാജ്യങ്ങളിലേക്ക് പടർന്നു. പുതിയ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ടാകുന്നു വന്നു. ഒരിക്കൽ അമേരിക്കൻ ഐക്യനാടുകളിൽ ഞങ്ങൾ നേരിടേണ്ടി വന്ന അതേ പ്രശ്നങ്ങൾ പല നാടുകളിലും അവർക്ക് നേരിടേണ്ടി വന്നു. ഭാഷയുടെ തടസ്സങ്ങൾ ഞങ്ങൾ നേരിട്ടു. കൂടുതൽ സാഹിത്യവും പാംലെറ്റുകളും മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യേണ്ടി വന്നു. In addition, our foreign friends raised new and special doubts. Maybe AA was just a Yankee gadget that would be no good for Ireland, England, Holland, Scandinavia, Australia, and the Pacific, since their countries were so different. Maybe their alcohols were different too. Will AA work in our cultures? They asked. We became heavily involved in correspondence, much helped by our American members in New York who could translate for us. We searched out and briefed AL travelers going abroad. Gradually, headway was made. It was a long time, however, before we knew for sure that AA could cross the barriers of distrust, race, creed, and language. But today, the AA map shows our society in our than 70 countries and US possessions. We now feel sure that it is only a question of time until every alcoholic in the world may well have a good chance to recover as we have had here in America. Serving the foreign core groups has become a major headquarters activity, although we have scarcely scratched the total possibility so far. ഇതുകൂടാതെ ഞങ്ങളുടെ വിദേശ സുഹൃത്തുക്കൾ പുതിയ സംശയങ്ങളുമായി മുന്നോട്ട് വച്ചു. ഒരു പക്ഷേ അമേരിക്കക്കാരന്റെ ഒരു ഉപകരണമാകാം. പക്ഷെ ഞങ്ങൾ അയർലൻഡുകാർക്കോ ഇംഗ്ലണ്ടുകാർക്കോ പോളണ്ടുകാർക്കോ സ്കാൻഡാനേവിയക്കാർക്കോ ഓസ്ട്രേലിയക്കാർക്കോ ആൻഡ് പസഫിക്കുകാർക്കോ ഇത് ഗുണം ചെയ്യില്ല. കാരണം ഞങ്ങളുടെ രാജ്യങ്ങൾ വ്യത്യസ്തരാണ്, മധ്യാസക്തരും വ്യത്യസ്തരാണ്. ഞങ്ങളുടെ സംസ്കാരത്തിൽ പ്രവർത്തിക്കുമോ? അവർ ചോദിച്ചു. ഞങ്ങൾ കൂടുതൽ ആശയവിനിമയങ്ങൾ നടത്തി. ന്യൂയോർക്കിലെ അംഗങ്ങൾ വിവർത്തനങ്ങൾ നടത്തി വിദേശങ്ങളിൽ പോകുന്ന യാത്രക്കാരെ ഞങ്ങൾ കണ്ടെത്തി സാവധാനത്തിൽ കടന്നു കയറാൻ കഴിഞ്ഞു. ദൂരത്തിന്റെയും ജാതിയുടെയും വർഗത്തിന്റെയും ഭാഷയുടെയും അതിർവരമ്പുകളെ അതിജീവിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ബഹുദൂരം സഞ്ചരിക്കേണ്ടി വന്നു. ഇന്ന് നമുക്ക് മനസ്സിലാക്കാം, 70ഓളം രാജ്യങ്ങളിലും US-ലും കൂട്ടായ്മയുണ്ട്. ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, അമേരിക്കയിൽ എന്ന പോലെ മറ്റെവിടെയും സാധ്യതകളുണ്ട്. സമയത്തിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. വിദേശ ഗ്രൂപ്പുകളെ സഹായിക്കുക എന്നത് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ പ്രധാന പരിപാടികളിൽ ഒന്നാണ്. പക്ഷെ വളരെ കുറച്ച് സാധ്യതകളെ കണ്ടെത്താനേ നമുക്ക് കഴിഞ്ഞിട്ടുള്ളൂ. നമുക്ക് നിർത്താം. താങ്ക് യു. Thank you, Shivucheta. Thank you so much.